ഇവിടെ ഒരു പ്രഭാഷണത്തിന് വിളിച്ച ശാഖായോഗത്തിൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് PS ജിനോ പാവയിൽ എന്നതാണ് ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റാണ് എനിക്കറിയാം. മുമ്പ് എന്നോട് വന്നിട്ടുള്ളതാണ്. യൂത്ത് മൂവ്മെൻ്റ് നേതാവായിരുന്നു. മനസ്സിലാക്കി വൈസ് പ്രസിഡന്റ് എന്ന മോഹന്, അതുപോലെ തന്നെ ബഹുമാന്യ ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി തട്ടാമ്പറമ്പിൽ, വനിതാ സംഘത്തിൻ്റെ യൂത്ത് മൂവ്മെൻ്റ് തന്നെ ബഹുമാന്യരായ ഭാരവാഹികളെ ഇവിടെ ഒരു പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും ആമുഖമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഗുരുദേവൻ്റെ ക്ഷേത്ര ദർശനം എന്നുള്ളതാണ് വിഷയബന്ധിതമായി എത്ര എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ഞാനിവിടെ പ്രഭാഷണത്തിന് എന്നെ ജിനോ വിളിച്ചപ്പോൾ നെഹ്റുട്രോഫി വള്ളംകളിയുടെ വയലിലെ തിരക്കിലായിരുന്നു. ഞാനവിടെ നെഹ്റുട്രോഫി മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുണ്ടമുളത്തിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. നിരവധി പ്രാവശ്യം നെഹ്റുട്രോഫിയും മറ്റു പല മത്സര വള്ളംകളികളിലും ട്രോഫി നേടിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ വിയോഗം എന്ന് പറയുന്നൊരു ചുണ്ടമുളത്തിൻ്റെ കഴിഞ്ഞ വർഷം നെഹ്റുട്രോഫി ജയിച്ച ചുണ്ടമുളത്തിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേ വള്ളംകളി നിർഭാഗ്യവശാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു ദുരന്ത സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസം 10 കൃത്യമായി എല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്നതാണ്. അത് ഈ മാസം 28 മാറ്റി. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എല്ലാം മാറി. വീണ്ടും ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നു. ഒരു മാസം നീണ്ടു നിന്ന ക്യാമ്പായിരുന്നു, രാപകൽ ട്രയലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ക്യാമ്പിലേക്ക് പോയി. ഞാൻ ആ ക്യാമ്പിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഓടി വരുന്നത്. നമ്മൾ വാക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ ഇന്നും നാളെയുമായിട്ട് ഞാൻ ക്യാമ്പിൽ വരില്ല എന്ന് പറഞ്ഞ് എങ്കിലും തിരക്കിട്ട സാഹചര്യമായിട്ട് രാവിലെ അവിടെ പോകേണ്ടി വന്നു. അവർ തരത്തില്ല എന്നിട്ട് ഞാൻ ഓടി വന്നതാണ്. നാളെ മഹാസമാധി അത് രാവിലെ നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിഷയബന്ധിതമായി എത്ര മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള നിലയിൽ അനുഭവമായിട്ട് ഞാനൊരു ക്ഷമാപണം നടത്തുന്നത്. വേണ്ടത്ര തയ്യാറെടുപ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മുക്തമായി വരുന്നതേ ഉള്ളൂ. ചൂരൽമല, മുണ്ടത്തി, പുഞ്ചിരിവട്ടം എന്നൊക്കെയാണ് പേരെങ്കിലും നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ ദീനരോധനമാണ് അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ മാസം മുഴങ്ങിക്കേട്ടത്. ഒരു മലയാളി ഇടിഞ്ഞു വന്ന് നമ്മളെപ്പോലെ ജീവിച്ചിരിക്കേണ്ട ഒരുപാട് മനുഷ്യർ നാളെ കൃഷിക്കളത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള തയ്യാറെടുപ്പോടുകൂടി ഉറങ്ങാൻ കിടന്നവർ, തങ്ങളുടെ കുട്ടികളെ നാളെ സ്കൂളിൽ വിടുമ്പോൾ അവരെ എങ്ങനെ തയ്യാറാക്കി വിടണം എന്നും ആഗ്രഹിച്ചു. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾക്ക് ഒരുക്കുന്നതിനെ കുറിച്ചുള്ള മനസ്സിലുള്ള സ്വരൂപൂട്ടലെല്ലാം നടത്തിയിട്ട് ഉറക്കത്തിലേക്ക് ആണ്ടുപോയവർ, ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, സ്കൂളിലെ അധ്യാപകർ, അങ്ങനെ പല ആളുകൾ, കുട്ടികൾ, അവരെല്ലാം ഒരു നിമിഷാന്തരം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയി. പ്രകൃതിയുടെ ഒരു വിളയാട്ടത്തിന് മുമ്പിൽ മനുഷ്യൻ മാത്രം നിസ്സഹായനാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചൂരൽമലയിൽ നിന്നും പൊട്ടി ഉരുൾപൊട്ടലിൽ ഉരുണ്ടു വന്ന പാറക്കഷ്ണങ്ങളും വലിയ തടി കഷ്ണങ്ങളും അവരുടെ വീടുകളെ തന്നെ തകർത്തെറിഞ്ഞു. വലിയ ചെടിത്തൂണിലേക്ക് മനുഷ്യ ജീവിതം ആണ്ടുപോയി, മനുഷ്യ ശരീരം ആണ്ടുപോയി. ഒരിക്കലും കണ്ടു കിട്ടാത്തവരായി പോലും അവിടെ മനുഷ്യരുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ എത്രയോ സുരക്ഷിതരാണെന്ന് കരുതിയിരുന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ കരവലയത്തിന് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, തിരിച്ചു. തങ്ങളുടെ കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ചാണ് അവർ ഉറങ്ങിയത്. എന്നാൽ ആ കുട്ടികളെ സംരക്ഷിക്കാൻ അവരുടെ കാര്യങ്ങൾക്ക് കഴിഞ്ഞില്ല. അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞില്ല. കുറെ ദിവസങ്ങൾ കൊണ്ടാണ് പരതി നമുക്ക് ഏതാണ്ട് 400ഓളം ശവശരീരങ്ങൾ തിരിച്ചു കിട്ടിയത്. ഇത് പൂർണ്ണമായി മനുഷ്യൻ്റെതല്ലാത്ത ശരീര അവശിഷ്ടങ്ങൾ പോലും ഉണ്ടായിരുന്നു. അവരെല്ലാം തിരിച്ചറിയപ്പെടാത്ത ശവശരീരങ്ങളും അവശിഷ്ടങ്ങളും സർവമത പ്രാർത്ഥനയോടുകൂടി അടക്കം ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിറന്നതെല്ലാം ചൊല്ലിന് എന്ന് ഗുരു പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞു. അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഉണ്ടായില്ല. മനുഷ്യൻ്റെ ശരീരം മാത്രം. ഏത് മതത്തിൽപ്പെട്ടവൻ, ഏത് ജാതിയിൽപ്പെട്ടവൻ എന്ന് ഒരു DNA ടെസ്റ്റിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. വിവിധ മതത്തിലെ ആചാര്യന്മാർ ഒന്നിച്ച് പ്രാർത്ഥന നടത്തി അവരെ അടക്കം ചെയ്യുന്നത് നമ്മൾ കണ്ടു.
ഇതുകൊണ്ട് നമ്മൾ പഠിക്കുമോ? ഓക്കെ, വന്നു അല്ലേ? വന്നു. 2018 19 മഹാപ്രളയം വന്നു. ഒരുപാട് ജീവിതങ്ങൾ ഒലിച്ചുപോയി. നമ്മൾ പഠിച്ചോ? അന്ന് കുട്ടനാടിനെയൊക്കെ, ഞാൻ കുട്ടനാട്ടുകാരനാണ്, അതുകൊണ്ടാണ് പറയുക, പായല് പോലെ ഒഴുകിയാണ് നിങ്ങൾ നടന്നത്. റോഡേത് പുഴയത് ആറായതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മഹാജല പ്രളയമായിട്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഉയർന്ന പ്രദേശങ്ങളിൽ, ചങ്ങനാശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് ആരൊക്കെയോ സംരക്ഷിച്ചു. ഒരുപാട് ആളുകൾ ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാതെ ആഹാരവും വസ്ത്രവും നൽകി സഹായിച്ചു. അന്ന് നമ്മൾ പടുത്തുയർത്ത വലിയ മതിലുകളും വേരുകളും ഉണ്ടായിരുന്നില്ല നമ്മളെ സംരക്ഷിക്കാൻ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ ക്രിസ്തുദേവൻ പറഞ്ഞു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ പറഞ്ഞത് മതിലുകളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ്. നമ്മൾ വലിയ വീടുകൾ കെട്ടി, അതിനേക്കാൾ വലിയ മതിലുകൾ കെട്ടി മനുഷ്യനെ അകറ്റി നിർത്തുന്ന കാലമാണ്. മതിലുകൾക്കൊന്നും പ്രസക്തിയില്ലെന്ന് പ്രകൃതി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും പഠിപ്പിച്ചിട്ടും നമ്മളിതെല്ലാം മറന്നു പോകുന്നു. മഹാഭാരതത്തിൽ രക്ഷപ്രശ്നം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. വനവാസകാലത്ത് ധർമ്മപുത്രനും സഹോദരന്മാരും ഒക്കെ തന്നെ ദാഹജലത്തിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ ഓരോ സഹോദരന്മാർ ജലം തേടി അലഞ്ഞു. നകുലനും സഹദേവനും പോയി, അർജുനൻ പോയി, ഭീമൻ പോയി, ആരും തിരിച്ചു വന്നില്ല. വളരെ വൈകിട്ടും ആളുകളെ കാണാതായപ്പോൾ ധർമ്മപുത്ര തന്നെ, യുധിഷ്ഠിരൻ തന്നെ വീണ്ടും അവരെ അന്വേഷിച്ചും ജലമന്വേഷിച്ചും പുറപ്പെട്ടു. ഒരു വലിയ തടാകത്തിൻ്റെ കരയിൽ ചെന്നപ്പോൾ അവിടെ ഒരു യക്ഷൻ തൻ്റെ സഹോദരന്മാർ അവിടെ മരിച്ചു കിടക്കുന്നു. ഭീമനും അർജുനനും നകുലനും സഹദേവനും ഒക്കെ. എന്താണ് വിഷയമെന്ന് തിരക്കിയപ്പോൾ ആ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കണം എന്നുണ്ടെങ്കിൽ യക്ഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അങ്ങനെ ഉത്തരം പറയാതെ വന്നാൽ ഫലം മരണമാണ്. ധർമ്മപുത്രരോട് യക്ഷൻ ചോദിച്ചു. പല ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇവിടെ പ്രസക്തമായതുകൊണ്ടാണ് അത് ഞാൻ ഉന്നയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ധർമ്മപുത്രർ ഉടൻ തന്നെ മറുപടി പറഞ്ഞു. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഓരോരുത്തരായി നമ്മളെ വിട്ടുപിരിയുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, അച്ഛൻ, അമ്മ, മക്കൾ ഒക്കെ വേർപെടുന്നു. എന്നിട്ടും ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് കരുതി മനുഷ്യൻ മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം മറക്കുന്നു. വീണ്ടും വീണ്ടും ചോദ്യങ്ങളുണ്ട്, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. നമ്മളിതെല്ലാം മറന്നു പോകും. വീണ്ടും വേരുകൾ വരും, വീണ്ടും മതിലുകൾ നമ്മൾ കിട്ടും. അത് വീടിന് ചുറ്റും മാത്രമല്ല, മനസ്സിന് ചുറ്റും നമ്മൾ കിട്ടുന്നു. ഒരു വീടിനുള്ളിൽ തന്നെ പല മുറികളിലായി നമ്മുടേതായ ലോകം സൃഷ്ടിക്കുന്നു. നമ്മൾ മൊബൈലിൻ്റെയും മറ്റും ലോകത്തിലാണ്. ഒരുപാട് അറിവുകൾ മൊബൈൽ തരുന്നുണ്ട്. ഇവിടെ റെക്കോർഡ് ചെയ്യാൻ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നു. അത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ നല്ല വശങ്ങളാണ്. APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ നിന്ന് നമ്മുടെ മക്കളോട് പറയണം, തലയുയർത്തി നോക്കുക. ചിലപ്പോൾ നമ്മൾ തലയുയർത്തി നോക്കുമ്പോൾ അതിന് വൈകി പോയാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ജീവിച്ച് ഉണ്ടാവണമെന്നില്ല. നമ്മുടെ സ്നേഹം ഇപ്പോഴേ നമ്മൾ പങ്കുവെച്ച് നൽകണം. ഓർമ്മയുടെ ഞരമ്പുകൾ മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അൽഷിമേഴ്സ് അടക്കമുള്ള രോഗങ്ങൾ, ആ രോഗങ്ങളിൽപ്പെട്ട മനുഷ്യൻ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ താമസിച്ച ഓർമ്മയുടെ ഞരമ്പുകൾ മുറിഞ്ഞു പോയതിനു ശേഷം നമ്മളവരെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? എൻ്റെ മകനാണിത്, മകളാണെന്ന് പോലും അവർ ഓർക്കുന്നില്ല. പിന്നെ നമ്മുടെ സ്നേഹം. അപ്പം ഇപ്പോഴേ ചേർത്ത് വെക്കേണ്ടവരെയൊക്കെ നമ്മൾ ചേർത്ത് വെക്കുക. അങ്ങനെ ചേർത്ത് വെച്ച് ജീവിച്ച ജീവിതമാണ് ചെളിക്കുണ്ടിലേക്ക് താണുപോയത് ചൂരൽമലയിൽ. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ പരസ്പരം സ്നേഹിക്കുക, അനുകമ്പയോടെ പെരുമാറുക. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനും ഒരു അതിരുണ്ട്. മുരുകൻ കാക്കടയുടെ ഒരു കവിതയുണ്ട്. പകമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു. ഞാൻ വള്ളംകളിയുടെ ട്രെയിലൊക്കെ ആയതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് കുറച്ച് അകർച്ച ശ്രമിക്കണം. പകമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ദുരമോ ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തിരമുട്ടമിട്ടൊരു കരിമണൽ തീരത്ത് വരയിട്ട് നമ്മൾ പൊതിഞ്ഞു കെട്ടി. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയെന്നാണ് കവിതയുടെ പേര്. ഈ പ്രകൃതിക്ക് നമ്മളോട് ദേഷ്യമുണ്ട്.
പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക്. വീണ്ടും തുറന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതിയെ മനുഷ്യൻ നിരന്തരം അവൻ്റെ ദുരമുഖത്ത് ചൂഷണം ചെയ്യുമ്പോൾ പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുകരുന്ന പകലിനും ദ്വേഷമുണ്ട്. മലകളെയും പുഴകളെയും തന്നെ നമ്മുടെ ആദ്യമൂത്ത് ചൂഷണം ചെയ്യുന്നതിൻ്റെ പ്രതികാരം പലപ്പോഴായി പ്രകൃതി വീട്ടുമ്പോൾ പാവപ്പെട്ട മനുഷ്യരാണ് അതിൻ്റെ ദുരന്തം അനുഭവിക്കുക. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ച ഒരു കവിതയുണ്ട്, ONV കുറിപ്പിക്കുന്നത്. ഭൂമിക്കൊരു ചരമഗീതം എന്നാണ് കവിതയുടെ പേര്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന പ്രതിയിൽ നിനക്ക് ആത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. എത്രയോ മുമ്പ് തന്നെ കവികൾ ഇത് പാടി വെച്ചിട്ടുണ്ട്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാഗുരു പരിസ്ഥിതിയെക്കുറിച്ചും ഇതുപോലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും ആരും ചർച്ച ചെയ്യാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഹോ ഈ മനുഷ്യൻ എന്താണ് ഈ ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഗുരു തുടങ്ങുന്നത്. ഓ ഈ മനുഷ്യൻ എന്താണ് ഈ ചെയ്യുന്നത്? അവൻ ഈ നാടിന്റെ പച്ചപ്പ് മുഴുവൻ വെട്ടി നശിപ്പിക്കുന്നു. അതും പോരാഞ്ഞ് ഭൂമിക്കടിയിലേക്ക് തുരന്നു ചെന്ന് അകത്തുള്ളതെല്ലാം തോണ്ടി പുറത്തിടുന്നു. എവിടെയും കൽക്കരിയുടെയും ഇരുമ്പിന്റെയും ഗന്ധം മാത്രം. ഇതിന്റെ പ്രതികാരം
മനുഷ്യൻ മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പാവം ജന്തുജാലങ്ങൾ കൂടി ഇത് അനുഭവിക്കണമല്ലോ. ഞാൻ പൂർത്തീകരിക്കുന്നില്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു പറഞ്ഞു വെച്ചു. കവികൾ ഓരോരുത്തരായി പുറകെ പറയുന്നു. നമ്മളിതിനെ ചേർത്ത് വെക്കുന്നുണ്ടോ? നമ്മൾ പ്രകൃതിയെ ചൂഷണത്തിന് വിധേയമാക്കുന്നു. പ്രകൃതി നമ്മളെ തിരിച്ച് നമ്മളോട് പ്രതികാരം ചെയ്യുന്നു. കുഞ്ഞായിരുന്ന നാണു കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന സമയത്ത് ഒരു മാവിൻ്റെ തണലിൽ മാറിയിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ മാവിൻ്റെ തണലിൽ മാറിയിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. കളികളൊക്കെ പങ്കെടുക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നാണു വന്ന് ചിന്താകുലനായി മാറിയിരിക്കും. ഈ സമയത്ത് നല്ലൊരു കാറ്റ് വന്നപ്പോൾ ഈ മാവിൽ കുറെ പഴുത്ത മാങ്ങകളുണ്ടായിരുന്നു. മാമ്പഴം ഓരോന്നായി താഴേക്ക് കുതിർന്നു വീണു. അങ്ങനെ വീണപ്പോൾ കുട്ടികൾക്ക് സന്തോഷമായി. അവർ കളി നിർത്തിയിട്ട് ഓടിച്ചെന്ന് മാമ്പഴം പെറുക്കിയെടുത്തു. എല്ലാ കുട്ടികൾക്കും തരലില്ല. കുട്ടികൾക്ക് വലിയ സന്തോഷമായി. കിട്ടാത്ത കുട്ടികൾക്ക് വിഷമമായി. കിട്ടാത്ത കുട്ടികൾ മാറിയിരുന്ന മാവിനെ പഴു പറഞ്ഞു. ചില ആളുകൾ കല്ല് വലിച്ചത്. ഇത് കണ്ട നാണ് ഉടനെ ഓടിച്ചെന്നിട്ട് ഈ മുത്തശ്ശി മാമൻ തൻ്റെ 2 കുഞ്ഞു കരങ്ങൾ കൊണ്ട് മാലിംഗനം ചെയ്തിട്ട് വലത് കൈ ഉയർത്തി കുട്ടികളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അരുതേ, മാവിനെ കല്ലെറിയരുത്, മാവ് നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞു. ചെമ്മൂക്കി മാവിനെ അമ്മയെ നോദിയ നാരായണ നിന്മയെ കാണുമാറാകണമെന്ന് കവി പാടുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മനുഷ്യരോട് മാത്രമല്ല സസ്യജാലങ്ങളോടും ജന്തുക്കളോടും എങ്ങനെയാണ് ഈ സഹജാപബോധം നാടുകളിലുണ്ടായത്? ആ ജന്മമുക്തനായിരുന്നു ഭഗവാൻ. നിത്യശുദ്ധ മുക്ത മഹാത്മനെ എന്ന് ശിവലിംഗദാസ സ്വാമികൾ ഗുരുശബ്ദത്തിൽ പാടുന്നത് അതുകൊണ്ടാണ്. നിത്യശുദ്ധ മുക്ത മഹാത്മനെ ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധികരതേ നാരായണ യതീന്ദ്രായ. യതികൾക്കൊരുന്ദ്രനുണ്ടെങ്കിൽ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെയായിട്ടുള്ള ഗുരുവിനായിക്കൊണ്ട് ഞാൻ നമസ്കാരം ചെയ്യുന്നു. ആ ഗുരു നിത്യശുദ്ധനായിരുന്നു, നിത്യമുക്തനായിരുന്നു. പരബ്രഹ്മത്തിന് മാത്രമേ നിത്യശുദ്ധനും മുക്തനുമായിരിക്കാൻ കഴിയുള്ളൂ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു സഹജാപബോധം. എന്താണ് ഈ സഹജാപബോധം? എൻ്റെ ഉള്ളിലുള്ളതും നിന്റെ ഉള്ളിലുള്ളതും സർവചരാചരങ്ങളുടെ ഉള്ളിലുള്ളതും ഒരേ ഈശ്വര ചൈതന്യമാണെന്നുള്ള ബോധം. ക്രിസ്തുദേവൻ പറയുന്നു, ദൈവം ആ മലയിലും ഈ മലയിലുമല്ല ഇരിക്കുക, നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ പുറത്തേക്കല്ല ഓടുക. ദൈവത്തെ നമ്മുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്, ഈശ്വരൻ ഇരിക്കുന്നത്. അത് നമ്മളെപ്പോൾ തിരിച്ചറിയുന്നു, ആത്മസാക്ഷാത്കാരത്തിന്റെ നിറവിലേക്ക് നമ്മൾ ഉയരും. ഈശ്വര സർവഭൂതാനാം ഹൃദയസേ അർജുനാ തിഷ്ഠതി. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദയസേ അർജുനാ തിഷ്ഠതി. ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലാണ് വസിക്കുന്നത്. ചാന്തോക്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്താണ്. ഈ ഉപനിഷത്തിലെ ഋഷിയുടെ പേര് ഉദ്ദാലകനാണ്. മകന്റെ പേര് ശ്വേതകേതു. 12 വയസ്സായപ്പോൾ മകനെ ഉദ്ദാലകൻ മറ്റൊരാശ്രമത്തിൽ ഗുരുവിന്റെ അടുക്കൽ പഠിപ്പിക്കുവാൻ വിടും. അന്നത്തെ ഗുരുകുല സമ്പ്രദായം എങ്ങനെയാണ്? 12 വയസ്സായപ്പോൾ പഠിപ്പിക്കാൻ വിടും. 12 വർഷത്തെ പഠനം പൂർത്തീകരിച്ച് 24 വയസ്സാകുമ്പോൾ തിരിച്ചു വരും. ഭഗവാൻ ശ്രീകൃഷ്ണനും അങ്ങനെ കുചേലനുമൊക്കെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പഠിച്ചതാണ്. നിങ്ങൾക്ക് കഥയൊക്കെ അറിയാം. രാമനും ലക്ഷ്മണനും എല്ലാം തന്നെ അങ്ങനെ പോയി ആശ്രമത്തിൽ നിന്ന് പഠിച്ചതാണ്. അങ്ങനെ ഉദ്ദാലകൻ തന്റെ മകനായ ശ്വേതകേതുവിനെ മറ്റൊരാശ്രമത്തിലേക്ക് വിട്ടു. ഉദ്ദാലകൻ മഹാപണ്ഡിതനാണ്. പക്ഷെ അച്ഛൻ തന്നെ മകനെ പഠിപ്പിച്ചാൽ ശരിയാവില്ലല്ലോ എന്നുള്ളതുകൊണ്ട് മറ്റൊരു ഗുരുവിന്റെ അടുക്കലേക്ക് വിട്ടു. പഠനമെല്ലാം പൂർത്തീകരിച്ച് 24 വയസ്സായ മുടിയൊക്കെ നീട്ടി വളർത്തി സുന്ദരനായ ആ ചെറുപ്പത്തിൽ 24-ാം വയസ്സിൽ തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വരിക. വനമധ്യത്തിലുള്ള ആശ്രമ കവാടത്തിൽ പുത്രനിർനിമേഷമായ സ്നേഹവാത്സല്യത്തോടെ ഉദ്ദാലകൻ തന്റെ മകനെ നോക്കി നിൽക്കുന്നു. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ മകനികൾ നടന്നടുത്തേക്ക് വരുന്തോറും ആ സന്തോഷം ഒരു ആശങ്കയ്ക്ക് വഴിമാറുകയാണ്. ഇവനത് അറിഞ്ഞില്ലേ? വിദ്യാഭ്യാസത്തിന്റെ ഗുണമിതോ? ഉദ്ദാലകൻ ഇങ്ങനെ ചിന്തിക്കുക. മകനിൽ വിദ്യ ഏറുന്തോറും ഉണ്ടാകുന്ന ഒരു വിനയത്തിന്റെ മഴക്കം കാണുന്നില്ല. വിദ്യ ഏറുന്തോറും നമ്മളിൽ വിനയം ഉണ്ടാവണം, അനുകമ്പ ഉണ്ടാവണം. അത് മകനിൽ കാണില്ല. എല്ലാം അറിഞ്ഞു എന്നുള്ളൊരു ഭാവം, ഒരു തലയെടുപ്പ്, ഒരു അഹംഭാവം തന്റെ മകനിലുണ്ടോ എന്നൊരാശങ്ക. അതുകൊണ്ടാണ് പിതാവ് ഇങ്ങനെ ചിന്തിച്ചത്. ഇവൻ അതറിഞ്ഞില്ലേ എന്നുള്ള ഒരു ചിന്ത. നമുക്കറിയാം, വിദ്യയുടെ അതിദേവത ആരാണ്? സരസ്വതി അല്ലേ? സരസ്വതി എവിടെ ഇരിക്കുക? ശാരദാമഠത്തിൽ ഭഗവാൻ സരസ്വതിയെ, ശാരദയെ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? താമരയിലാണ് അല്ലേ? താമരയിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പൂവുടഞ്ഞു പോകത്തില്ലേ? എങ്ങനെ ഇരിക്കുക?
വിദ്യ ഏറുന്തോറും വിനയത്തിന്റെ വഴക്കമുണ്ടാകുമ്പോൾ ഭൂമിയിൽ സ്പർശിക്കാതെ നടക്കാൻ കഴിയും. അപ്പോൾ വിദ്യയുടെ അതിദേവതയായ ശാരദയ്ക്ക് സരസ്വതിക്ക് ഭാരമുണ്ടാവില്ല. നൈർമല്യമേറിയ ഭൂമിന്റെ ഇതളിന് ഒരു ഉടവും സംഭവിക്കാതെ സുഖമായി അവിടെ ഇരിക്കുവാൻ പറ്റും. അതൊരു ബിംബഭാഷയാണ്. നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. എലിയുടെ പുറത്ത് വരുന്നു, സിംഹത്തിന്റെ പുറത്ത് വരുന്നു, പോത്തിന്റെ പുറത്ത് വരുന്നു, മയിലിന്റെ പുറത്ത് വരുന്നു. ഇതിനെല്ലാം ഒരു വിഗ്രഹ ഭാഷയുണ്ട്. സരസ്വതിയുടെ വിഗ്രഹ ഭാഷ ഇതാണ്. അപ്പം വിനയമേറും തോറുണ്ടാകേണ്ട വിനയത്തിന്റെ വഴക്കം തന്റെ മകനിൽ കാണുന്നില്ല എന്നുള്ളൊരു ആശങ്ക, വിദ്യാഭ്യാസത്തിന്റെ ഗുണം, അതിന്റെ പൂർണ്ണതയിൽ എത്താത്തതിന്റെ ഒരു ദോഷം തന്റെ മകനിൽ കാണുന്നു എന്ന് ഉദാഹരണ സംശയം തോന്നി അടുത്ത് വന്നു. ഭക്ഷണപാനീയങ്ങളൊക്കെ കൊടുത്തു ശുശ്രൂഷിച്ച ശേഷം മകൻ അടുത്ത് വന്നിരുന്നപ്പോൾ ചോദിച്ചു, മകനെ നീ എല്ലാം പഠിച്ചു? മകൻ ആത്മവിശ്വാസത്തോടെ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഞാനെല്ലാം പഠിച്ചു. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എന്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാലാണോ ലോകത്തിൽ ഇനി ഒന്നിനെ കുറിച്ചും അറിയേണ്ടതായിട്ടില്ലാത്ത ആ പൂർണ്ണമായ അറിവ് നീ അറിഞ്ഞു? ചോദ്യം മനസ്സിലായോ? ചെറിയതിന് പിടിയിട്ടില്ല. കണ്ണുകളി പിതാവ് വീണ്ടും തുടരുകയാണ്. എന്തിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാലാണോ ഒന്നിനെ കുറിച്ചും ലോകത്തിൽ കേൾക്കേണ്ടതായിട്ടില്ലാത്ത ആ പൂർണ്ണമായ കേൾവിയുടെ അറിവ് നീ അറിഞ്ഞു? അറിയില്ലായിരുന്നു. അച്ഛനെ പഠിപ്പിച്ചില്ല. നമ്മുടെ കുട്ടികളൊക്കെ പറയത്തില്ലേ, പരീക്ഷയ്ക്ക് തോറ്റ് കഴിയുമ്പോൾ ആ കുട്ടികളെ പഠിപ്പിച്ചില്ല. നമ്മളൊന്ന് അധ്യാപകരോട് വിസ്തരിക്കണം. ഉദാഹരണം പറഞ്ഞു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധിക്കുന്നവന് ജ്ഞാനം ഉണ്ടാവും. ഇവിടെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടക്കുന്നു, പ്രഭാഷണ പരമ്പര. പലരും ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഒന്നു തന്നെയായിരിക്കും. അവരവരുടെ രീതിയിൽ പഠിച്ച രീതിയിൽ പറഞ്ഞു. ഇതിനൊക്കെ അപ്പുറത്താണ് ഗുരുവിന്റെ പ്രഭാവം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ പറയുന്നു. ഞാൻ കോട്ടയത്ത് യൂണിയന്റെ കീഴിൽ, SNDP യൂണിയന്റെ കീഴിൽ ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഞാൻ കുട്ടനാട്ടുകാരനാണെന്ന് നമുക്കുമായി പറഞ്ഞിരുന്നു. കുട്ടനാട്ടിലെ പ്രത്യേകത, ഭഗവാന്റെ തൃക്കരങ്ങളിൽ നിന്നും നാഗമ്പഴത്തെ തളർത്ത ശാഖകൾ നീട്ടി ഭഗവാന് തണൽ വിരിച്ച ആ മുത്തശ്ശിമാവിന്റെ ചുവട്ടിൽ വെച്ച് 1 മുതൽ 25 വരെയുള്ള ശാഖകൾക്ക്, ആദ്യത്തെ ശാഖകൾക്ക് സത്യവേദം കഴിക്കുവാൻ ഭാഗ്യമുണ്ടായ പ്രദേശമാണ് കുട്ടനാട്. മഹാനായ DK മാധവന്റെ പ്രവർത്തന മേഖലയായിരുന്നു കുട്ടനാട്. ആദ്യത്തെ യൂണിയൻ ഉണ്ടായത് കുട്ടനാട്ടിലാണ്. പക്ഷേ ഗുരുദേവ ദർശനത്തെ കുറിച്ച് പഠിക്കുവാൻ എനിക്ക് കോട്ടയത്ത് വരേണ്ടി വന്നു. അതാണ് കോട്ടയം യൂണിയന്റെ കീഴിൽ ബോധിക്കുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ശ്രേഷ്ഠത. നിങ്ങൾക്കും ഇവിടെ വന്ന് അതിൽ പങ്കാളിയാവാം, ഒരു ദർശനം അറിയാം, അറിഞ്ഞും അതിൻ്റെ മധു നുകർന്ന് ആനന്ദാനുഭൂതിയിലേക്ക് അമരാം. കഴിയുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്ന്, സത്സംഗങ്ങളിൽ വന്ന് നമുക്ക് സംസാരിക്കാം, സംവദിക്കാം. അതിന് വേണ്ട ആത്മവിശ്വാസവും കഴിവും ആ ധർമ്മ പഠന കേന്ദ്രം ശ്രേഷ്ഠമായ നിലയിൽ നിർവഹിക്കുന്നു. SNDP യോഗത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ശ്രേഷ്ഠതയാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ പറഞ്ഞു, അപ്പോൾ പിന്നെ അച്ഛനെ കയറി അച്ഛ എന്നല്ല ശ്വേതകേതി വിളിക്കുന്നത്, ഗുരു എന്നാണ് വിളിക്കുന്നത്. കണ്ണു തുറപ്പിക്കുന്ന, അറിവ് നൽകുന്ന ആളാണ് ഗുരു. അവിടെ ഗുരുവെന്ന് വിളിക്കുന്നു. ഗുരു എനിക്ക് അറിവ് പകർന്നു തന്നാല്. നീ ആ നിൽക്കുന്ന വൃക്ഷം കണ്ടോ? അതൊരു ആൽവൃക്ഷമല്ലേ അച്ഛ? അതിന്റെ ചുവട്ടിൽ അതിന്റെ വിത്തുകൾ വീട് കിടപ്പുണ്ടാവും. അതിലൊന്ന് എടുത്തുകൊണ്ട് വരുവാൻ പറഞ്ഞു. ചേതകൾ ഒറ്റ ഓട്ടത്തിന് കൂടി അവിടെ ചെന്ന് പെട്ടെന്ന് അവിടെ കുറെ വിത്തുകൾ വീണ് കിടപ്പുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എടുത്തു കയ്യിൽ വെച്ചിട്ട് മുകളിലേക്ക് നോക്കിയാണ്. അപ്പോൾ തന്നെ ശ്വേതകേതിന് അത്ഭുതമായി. ഇത്രയും ചെറിയൊരു വിത്തിൽ നിന്നും ഇത്രയും വലിയ വൃക്ഷമോ? പ്രകൃതിയിൽ നിന്നും പഠിപ്പിക്കുകയാണ്. ശ്വേതകേതി കൂടി വന്നു. അച്ഛനെ നിൽക്കാൻ ആ വിത്തുകൾ എടുത്തു നീട്ടി. അപ്പം അച്ഛൻ പറഞ്ഞു, മകൻ നീ അത് പിളർക്കാൻ പറഞ്ഞു. അവൻ കയ്യിൽ വെച്ചത് പിളർന്നു. എന്ത് കാണുന്നു? ഒരുപാട് അരിമണികൾ, ചെറിയ ചെറിയ അരിമണികൾ ഇതിൽ കാണുന്നുണ്ട്. അതിലൊന്ന് എടുക്കാൻ പറഞ്ഞു. ശ്രമകരമായിരുന്നു. അവൻ അന്ന് വേർപെടുത്തിയെടുത്തു. എടുത്തതിന് ശേഷം പറഞ്ഞു അത് വീണ്ടും പിളർക്കുവാൻ പറഞ്ഞു. അവൻ്റെ നഖം ഉപയോഗിച്ച് അവനത് പിളർന്നു. അപ്പോൾ പിതാവ് ചോദിക്കുകയാണ്, അതിനുള്ളിൽ എന്ത് കാണുന്നു? ചേതകൃത് അത്ഭുതത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. മകനെ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര സൂക്ഷ്മമായിരിക്കുന്ന ഈ വിത്തിനുള്ളിലാണ് അനുകൂല സാഹചര്യത്തിൽ പൊട്ടിമുളച്ച് വളർന്ന് വടവൃക്ഷമായി മാറുവാൻ കഴിയുന്ന, നൂറ്റാണ്ടുകളെ പോലും അതിജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ വൃക്ഷത്തെ നിറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ബോധമാണ്, അതൊരു അറിവാണ്. അത് നിന്റെ ഉള്ളിലുമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്, സർവചരാചരങ്ങളുടെ ഉള്ളിലുമുണ്ട്.
ഒഴുകുന്ന പുഴ, വീശുന്ന കാറ്റ്, കളകളാരവം മുഴക്കുന്ന അരുവികൾ, പുല്ല് പുൽച്ചാടി എല്ലാത്തിലും ഈ ബോധത്തെ നിറച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തത്വമസി, അത് നീയാകുന്നു. ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലേ? അതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ശബരിമല തീർത്ഥാടനത്തിൽ പോകുന്ന ആളുകൾ 41 ദിവസം വ്രതമെടുത്ത് കാനന പാതകളൊക്കെ താണ്ടി കല്ലും മുള്ളും ഒക്കെ ചവിട്ടി ഒരുപാട് ത്യാഗം സഹിച്ചു. 41 ഞാൻ അന്ന് പറഞ്ഞതേ ഉള്ളൂ, പറയത്തില്ല. നമുക്കിതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് ഇവിടെ വരുമ്പോൾ 10 മതിയെന്ന് അല്ലേ? ശബരിമല തീർത്ഥാടനത്തിന് 10 മതി. നമ്മൾ ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പുണ്യമായ ഒരു സങ്കേതം തേടിയുള്ള അടനമാണ്, ഒരു യാത്രയാണ്. നമ്മൾ ജീവിതത്തിൽ നിന്നും പല ദിവസങ്ങളിലായിട്ട് നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ശരിയും തെറ്റും ചെയ്യുന്നു. ആ ശരിയുടെ ഭാഗമായിട്ടുള്ള പുണ്യവും തെറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാപവും വേണ്ടിയാണ് നമ്മൾ യാത്ര നടത്തുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ യാത്രയ്ക്കുള്ള ഒരു വാഹനം മാത്രമാണ്. നമ്മൾ ബൈക്ക് കാറൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ ആത്മാവിനെ കൊണ്ടെത്തിക്കുന്നതിനുള്ള ഒരു യാത്രയിൽ നമ്മുടെ വാഹനമാണ് നമ്മുടെ ശരീരം. ഈ ശരീരം നമ്മൾ വേർവിട്ട് പോയാലും വീണ്ടും 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 ഉണ്ടാവും. ജനനവുമില്ല മരണവുമില്ല എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. മരണവുമില്ല, പിറപ്പുമില്ല, വാഴും നരസ്ഥരാതിയുമില്ല, നാമരൂപമെന്നും ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു. അപ്പൊ ഈ യാത്രയിൽ ഈ പാപങ്ങളെല്ലാം നമുക്ക് കഴുകിക്കളയണം. ഈ നിയതി നമുക്കായി ഈ പാപത്തിന്റെ ഫലം ഒരു ശിക്ഷയായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് കഴുകിക്കളയുന്നു. എൻ്റെ പാപങ്ങൾ ഞാൻ തന്നെ ത്യാഗത്തിലൂടെ കഴുകിക്കളയുന്നു. അതിനു വേണ്ടിയിട്ടുള്ളതാണ് വ്രതവും പുണ്യസങ്കേതത്തിലൂടെയുള്ള യാത്രയും. അപ്പൊ മനസ്സ് ശുദ്ധമായിരിക്കണം, പഞ്ചശുദ്ധി വേണമെന്നൊക്കെ ഗുരുദേവൻ അതിനാണ് പറയുന്നത്. പഞ്ചശുദ്ധിയോടുകൂടി സ്പർദ്ധകളെല്ലാം ഒഴിവാക്കി നമ്മൾ ആ യാത്ര ചെയ്യുന്നതാണ് പുണ്യസങ്കേതത്തിലൂടെ യാത്ര. അല്പം 41 ദിവസം വ്രതമെടുത്തിട്ട് നമ്മൾ ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു തത്വമസി, അത് നീയാകുന്നു. ഈ പൊരുൾ അറിയാനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു പുണ്യസങ്കേതത്തിലേക്ക്. എന്തിനു വേണ്ടി? പാപങ്ങൾ കഴുകിക്കളയാൻ. എന്തുകൊണ്ട്? ഈ പൊരുൾ നമ്മൾ അറിയുന്നില്ല. ഞാനും നീയും ഒന്നാണ് എന്നുള്ളത്. വീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഗകം താനായതും ധരനദീനാരിയും നാഗവും നരകവും നീ നാമരൂപമതി നാനാബുധ പ്രകൃതി മാനായി നിന്നറിയുമി ജ്ഞാനായതും ഭവതി. മാനായതും മീനായതും പറവയായതും പർവ്വതമായതും സ്വർഗമായതും നരകമായതും അല്ലയോ ഭവതി, ഒന്നായ മാമതിയായ നീയാണ്, മേലായ മൂലമതിയായ നീയാണ് എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മളിതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഈ തത്വമസിയുടെ പൊരുള് കുഞ്ഞായ നാണുവിന്റെ ഉള്ളിൽ അന്തർലീനമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ സഹജാവബോധം ഉള്ളിലൂടെ പുറത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് ഒരു മാവിനെ പോലെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞത്, അരുതേ മാവിനെ കല്ലെറിയരുത്, മാവ് നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞത്. കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പുഴയെ കൂടി നടത്തുകൂടി പോയി. അവിടെ ചെന്നപ്പോഴേക്കും അവിടെ കഞ്ഞി തിളച്ചു പോകുന്നു. ചുറ്റും നോക്കിയ സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കരിയിലകളൊക്കെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഈ ചൂടുള്ള കലം താഴെ ഇറക്കി വെച്ചു. തിരിച്ച് വയൽവാരം വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ വാർത്ത വീട്ടിലാണ്. അന്നങ്ങനെ ചെയ്തുകൂടാ. നെല്ലും ചുവട്ടി മുളയ്ക്കും കാട്ട് പുല്ലല്ല സാധു പുലയുന്ന കുമാരനാശം പാടിയ കാലം, മൃഗങ്ങളെക്കാൾ കഷ്ടമായി മനുഷ്യൻ ജീവിച്ചിരുന്ന കാലം. അന്ന് ഒരു ഈഴവ കുടുംബത്തിൽപ്പെട്ട ആള് അവന്റെ താഴെ നിന്ന് കരുതപ്പെട്ടിരുന്ന പുലയക്കുള്ളിൽ തിന്നുവാൻ പാടില്ല. മാടനാശാൻ അടുത്ത് പിടിച്ച് 2 കൈ ചേർത്ത് പിടിച്ചിട്ട് ശാസനരൂപത്തിൽ ചോദിച്ചു, നാണു നീ പുലയക്കുള്ളിൽ കടന്നുപോ, അവരുടെ കഞ്ഞി താൻ വാർത്ത് വെച്ചുവോ, അയിത്താചാരം ലംഘിച്ചുവോ എന്ന് ചോദിച്ചു. അശുദ്ധിയായോ എന്ന് ചോദിച്ചു. നാണു പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛാ, ഞാൻ എങ്ങനെ ചെയ്തിട്ടായിരുന്നുവെങ്കിൽ ആ കുടുംബം പട്ടിണിയാണ് പോകുന്നത്. വിശപ്പിന് ജാതിയുണ്ടോ അച്ഛ? ചെറുപ്പം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ 2 ചോദ്യങ്ങളാണ്. ഒന്ന് ജാതിയുടെ പ്രശ്നമാണ്. നാം ഒരു അവതാരമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ജാതി ഇല്ലാതാക്കാനാണെന്ന് മനസ്സിലാക്കിയാലുമെന്ന് ഭഗവാന്റെ തന്നെ തിരുവാണിയുണ്ട്. മറ്റൊന്ന് വിശപ്പിന്റെ വിഷയമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വിശപ്പിനെ ഭഗവാൻ അഭിസംബോധന ചെയ്യുകയാണ്. ഉത്കൃഷ്ടമായ ദാർശനിക കൃതിയായ ദൈവദശകം എന്ന് പറയുന്ന ശ്രേഷ്ഠമായ കൃതിയിൽ പോലും
വലിയ ആശയങ്ങളെ അദ്വൈത ദർശനത്തെ നിറച്ചു വെച്ചിരിക്കുന്ന കൃതിയിൽ പോലും അന്നവസ്ത്രാതെ മുട്ടാതെ തന്നുവെച്ചിട്ട് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാനെന്ന് ഭഗവാൻ എഴുതി വെക്കുവാൻ മടിച്ചില്ല. അന്നവും വസ്ത്രവും നൽകി ഞങ്ങളെ സംരക്ഷിക്കുന്നവനാണ്. കുമ്മമ്പള്ളി രാമപിള്ള ആശാന്റെ കളരിയിൽ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം കളരിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു വിവാദം ഉണ്ടായി. അവിടെ ക്ലാസ് മുറിയിൽ പഞ്ചസാര മണൽ വിരിച്ച സ്ഥലമാണ്. അവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ പലകയിലുണ്ട്, ഓലക്കീറിലുണ്ട്. ഓലക്കീർ മണ്ണിനോട് ചേർന്ന് കിടക്കുകയാണ്. പലകയിൽ സവർണ കുട്ടികൾക്ക് ഇരിക്കാം. ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് കരുതുന്ന ആളുകൾ അങ്ങനെ തരംതിരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഇരിക്കാം. ഈഴവ കുടുംബത്തിൽപ്പെട്ടവർ ഓലക്കീറിലാണ് ഇരിക്കുന്നത്. നാണ് ചെന്നിരുന്നത് പലകയിലാണ്. കുട്ടികൾ വേഗം അവരുടെ എന്തോ അവകാശം നാം കവർന്നെടുത്തിരിക്കുന്നു എന്നാണ് അവർ ധരിച്ചത്. അങ്ങനെ ഒരു ബോധം, ഒരു അധമ ബോധം അവരിൽ നിറച്ചു വെച്ചിരിക്കുക. ഒരു സവർണ ബോധം, ഒരു അതീശത്വ ബോധം അവരിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് കുഞ്ഞുനാളിൽ. അവർ ബഹളമുണ്ടാക്കി. ബഹളം കേട്ടുകൊണ്ടാണ് രാമപിള്ളയാശൻ കളരിക്കകത്തേക്ക് വരുന്നത്. കാര്യം മനസ്സിലായി കണ്ടോളാൻ നാണോ അവിടെ നിന്നിട്ട് ഓരക്കേറിൽ പോയി ഇരിക്കുവാൻ പറഞ്ഞു. നാണോ അവിടെ നിന്നതനുസരിച്ച് എന്നത് തലയൊക്കെ ചോദിച്ചു. ചോദ്യം ചോദിക്കാതെ നാണൊന്നും പോയിട്ടില്ല. ചോദിച്ചു, ആശാനെ ഈ മുറിയിലെ ഏത് പ്രദേശത്തെ മായമാണ് ഞാൻ ശ്വസിക്കുന്നത്? ചാട്ടുകൾ പോലെയാണ് ആ ചോദ്യം ആശാന്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറിയത്. ഓരോ മനുഷ്യർക്കായി ഇവിടെ ഇങ്ങനെ ഓരോന്ന് വീതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ, അവരെ മതിലുകൾ കെട്ടി വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത് നിനക്ക്, ഇന്നത് നിനക്ക്, ഇന്നത് നിനക്ക് ചേരില്ല എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം വായുവിലും അതിന്റെ എല്ലാ സമ്പത്തിലും ആ വേർതിരിവ് കാണിക്കണമല്ലോ എന്നുള്ള ചോദ്യമാണ് അതിലുണ്ടായത്. ആശാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാണും ഇഷ്ടമുള്ളടത്തിരിക്കാം. പിന്നീട് നാണു ആ ക്ലാസ്സിലെ ചട്ടമ്പിയായി. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ക്ലാസ് ലീഡർ, മോണിറ്റർ, അങ്ങനെ ചട്ടമ്പി സാങ്കേതിക വിളിക്കുമ്പോൾ ദേവന്റെ ചട്ടമ്പിയാണെന്ന് വിചാരിക്കുന്നത്. അതായത് കുഞ്ഞിലെ തന്നെ പറഞ്ഞ പേരാണ്. ക്ലാസ്സിലെ മോണിറ്ററായി, ലീഡറായി. അവിടെ ഭരണപ്പള്ളി തറവാട്ടിൽ കുറഞ്ഞ ജോലിക്ക് നിന്നുകൊണ്ടിരുന്ന ഒരു പുതിയ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ദേവൻ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. അങ്ങനെ സവർണ കുട്ടികളുമായിട്ട് അല്ലെ മുകൾ ജാതിയിൽപ്പെട്ടവരെന്ന് കരുതുന്നവരുമായിട്ട് ഇടപെടുവാൻ അവർക്ക് അവകാശമില്ല. എന്നാൽ നാം അവനുമായിട്ട് ചേർന്നിട്ട് സംസാരിക്കും. മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നാം ദേവനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആ വലിയ പറമ്പിന്റെ അറ്റത്തുള്ള ഇല്ലിക്കാടിന്റെ മറയത്തിൽ നിന്നാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. കുറച്ച് ദിവസമായി ദേവനെ കാണുന്നില്ല. ആരും അന്വേഷിച്ചു പോകില്ല. മൃഗങ്ങളെക്കാൾ കഷ്ടമായി കാണുന്ന അവർ ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത്. നാണോ അതായിരുന്നില്ല. നാണു വലിയ അനുകമ്പം. ഭഗവാൻ നാണു അന്വേഷിച്ചു പോയി ദേവനെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അവൻ കുഷ്ഠരോഗം പിടിപെട്ടു. അന്ന് കുഷ്ഠരോഗം പിടിപെട്ടാൽ മരണം ഉറപ്പാണെന്നാണ് കരുതുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ മാതാപിതാക്കളും ബന്ധുക്കളും പോലും അടുക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാണു ഏതാനും പച്ചിലക്കൂട്ടുകളും മരോട്ടിയുടെ എണ്ണയുമായി ദേവന്റെ അടുക്കലേക്ക് ചെന്നു. അവന്റെ കുടിലിൽ കിടന്നു. അവരോടെ ഉണ്ടായിരുന്നില്ല. അവൻ ശ്വാസം കഴിക്കുവാൻ പോലും പണിപ്പെട്ടോടെ കിടക്കുകയാണ്. മരണാസനായി കിടക്കുന്നു. അവന്റെ അടുക്കൽ ചേർന്നിരുന്നിട്ട് നാണു കൊണ്ടുവന്ന ആ മരോട്ടിയുടെ എണ്ണ തന്റെ തൃക്കരങ്ങൾ കൊണ്ട് തന്റെ കുഷ്ഠരോഗം പിടിവിട്ട് അറ്റുപോകാൻ തുടങ്ങുന്ന വിരലുകളും മുറിവുകളിലും നാണു തന്നെ പൂശി. അവന്റെ നെറുകലോടി ആശ്വസിപ്പിച്ചു. അതിനുശേഷം പച്ചിലക്കൂട്ടുകൾ അവിടെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നിന്റെ രോഗം വേഗം ഭേദമാകും. അച്ഛനും അമ്മയും വരുമ്പോൾ ഈ പച്ചിലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം വന്ന് കുളിപ്പിക്കുവാൻ പറയണം. നാണു അവിടെ നിന്ന് നടന്നിറങ്ങുമ്പോൾ പണിപ്പെട്ട ദേവൻ തല തിരിച്ചു നോക്കി. അവന്റെ കണ്ണിൽ നിന്ന് കുടുംബാന്ന് കണ്ണുനീർ വരുന്നു. മനുഷ്യരായി പോലും പരിഗണിക്കാത്ത മനുഷ്യനെ തപ്പി ആ വ്യക്തി എന്നുള്ളതാണ് കണ്ണുനീരിന്റെ വേദനയുടെ, ഹൃദയവേദനയുടെ മുൻബലത്തിന്റെ കണ്ണുനീരാണ്. നാം അവധൂത കാലഘട്ടത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും എല്ലാം സഞ്ചരിച്ചു. ഏകനായി കുഞ്ഞുനാൾ മുതൽ തന്നെ ഏകനായി വിജനമായ പാതയിലൂടെ നടക്കും. കുറെ ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കും. വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ കയറി ഇരുന്ന് ആകാശത്തിന്റെ മുഴക്കമുള്ള മൗനങ്ങളിൽ ഒഴുകും. അഹംകാർ, ഞാൻ ആരാണ്? ജോ ജഗതി, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? അന്വേഷണത്തിന്റെ പാതയിലാണ്. സങ്കല്പ സുഖസമൃദ്ധമായ ഒരു ആനന്ദ അനുഭൂതിയിൽ, ഈ പ്രപഞ്ച ബോധവുമായിട്ടുള്ള സങ്കല്പ സുഖസമൃദ്ധമായ ഒരു ആനന്ദ അനുഭൂതിയിൽ നാണുവെന്നും ലയിച്ചിരുന്നു. ആ യാത്ര കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും ഒക്കെ തന്നെ
ജിനു കൊല്ലത്തും തിരുവനന്തപുരത്തുമുള്ള കടലോരങ്ങളിലെ പഞ്ചസാര മണലിലൂടെ ഭഗവാൻ നടക്കുമ്പോൾ വിശക്കുമ്പോൾ കിട്ടുന്നതെന്തും ഭക്ഷിക്കുമായിരുന്നു ഭഗവാൻ. മുക്കുവ കുടിലുകൾ അന്തി ഉറങ്ങി അവർ പാകം ചെയ്യുന്ന ഭക്ഷണം അവരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചു. രാത്രി കാലങ്ങളിൽ പലപ്പോഴും മുക്കുവന്മാർ മീൻ പിടിക്കാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ കരയ്ക്ക് വെള്ളം വലിച്ചു വെച്ചിട്ട് വല ഉണങ്ങാൻ കരയ്ക്ക് ഇടും. ആ വലയെ കത്തയായിക്കൊണ്ട് അവർ ശയിക്കുമായി. അധികാലത്ത് തന്നെ ഉപജീവനത്തിനായി മുക്കുവന്മാർ മീൻ പിടിക്കുവാൻ വേണ്ടി വെള്ളം കടലിലേക്ക് തള്ളിയിറക്കുന്ന സമയത്ത് ഭഗവാൻ തന്റെ തൃക്കരങ്ങൾ കൊണ്ട് ഒരു കൈ കൊണ്ട് തള്ളിയതിനെ സഹായിക്കും. ആ വെള്ളം കടലിൽ പോയി തിരിച്ചു വരുമ്പോൾ വെള്ളം നിറയെ മത്സ്യങ്ങളാണ്. തങ്ങളെ സഹായിച്ച അവധൂതൻ എന്ത് ചെയ്യുന്ന അവർ അന്വേഷിക്കുമ്പോൾ കാതങ്ങളോളം ഭഗവാൻ പിന്നിട്ട് കഴിഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള യാത്ര ഒടുവിലെത്തുന്നത് മരുത്വാമലയിലാണ്. എല്ലാവരും പോയിട്ടുണ്ടല്ലോ അല്ലേ? പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അതിലെയുള്ള ഒരു യാത്ര ദുർഘടമാണ് അല്ലേ? വളരെ ശ്രമകരമാണ് മുകളിലേക്കുള്ള യാത്ര. ഇന്ന് വനനിബിഡമായ പ്രദേശമായി. അവിടെ കരടിയും പുലിയും വിഷസർപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ജന്തു ഗമനങ്ങൾ പുത്തിടും ഭൂരുകങ്ങൾ നിറയുന്ന കാടുകൾ ദൂരദർശന കൃശങ്ങൾ കണ്ടതേ ചാരുചിത്രങ്ങളുടെ ഭംഗി പോലെ വന്ന് കുമാരനാശൻ വർണ്ണിച്ചിട്ടുണ്ട്. നന്ദി ഇവ യോഗികൾക്ക് നമ്മളെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. വനനിബിഡമായ പ്രദേശം, അകത്തേക്ക് കയറിയ കൂരിട്ടാണ്. വിഷസർപ്പങ്ങളും കരടിയും പുലിയും ഒക്കെ തന്നെ കടുവയും ഒക്കെ തന്നെ സ്വൈര്യമായി വിഹരിക്കുന്ന പ്രദേശം. അതാണ് കുമാരനാശൻ പറയുന്നത്. ഒരു ജന്തു ഗമനങ്ങൾ പുത്തലും ഭൂരുകങ്ങൾ നിറയുന്ന കാടുകൾ ദൂരദർശന കൃശങ്ങൾ കണ്ടതേ ചാരുചിത്രപട ഭംഗി പോലെ. ദൂരദർശന കൃശങ്ങളായ പർവ്വതങ്ങൾ ഇതുപോലെയുള്ള യോഗികളെ എന്നും ആകർഷിച്ചിരുന്നു. ഭഗവാൻ അറിയാമായിരുന്നു തന്റെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തുവാനുള്ള തപസ്സിന്റെ ഇടം, പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഇടം. നിർഭയനായി ഭഗവാൻ മരുത്വാമലയുടെ ഉയരത്തിലേക്ക് നടന്നു കയറി. വനനിബിഡതയിലൂടെ നിർഭയനായി ഏകനായി നടന്നു കയറി. ആരും മുമ്പ് തെളിച്ചിട്ടുള്ള ഒരു പാത പോലുമില്ല. അവിടെ ഭഗവാൻ മരുത്വാമലയുടെ ഉയരത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാം പാറയുടെ നടുവിലായി ഉയരത്തിൽ നടുക്കൊരു പിളർപ്പ്. അവിടെ എത്തുമ്പോൾ മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. അതിനുള്ളിലേക്ക് കിടക്കാനുള്ള ഒരു പിടവാണ്. ഭഗവാൻ അതിനുള്ളിലേക്ക് കിടന്നു. എങ്ങനെ കിടക്കുക? നേരെ നടന്നു കയറാൻ പറ്റുമോ? പോയവർക്കറിയാം അല്ലേ? നേരെ നടന്നു കയറാൻ പറ്റുമോ? ഇല്ല. രണ്ടു കാലം മുന്നോട്ട് നീട്ടി നൂണ്ടിറങ്ങണം. അല്പശ്വാസം മുതലും ഭയമൊക്കെ ഉണ്ടാവും. ഭഗവാൻ അതിലൂടെ കടന്നു. അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ കുറച്ച് വിശാലമായി ഇടാം. കന്യാകുമാരിയിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന ആ കവാടത്തിലെ ഒരു പരന്ന പാറ. ഭഗവാൻ അവിടെ ഇരുന്നു. ത്രിവേണി സംഗമത്തിന്റെ ഭൂമികയാണത് കന്യാകുമാരി. 3 സമുദ്രങ്ങളുടെ സംഗമവേദി. കന്യാകുമാരിയിലെ കടലലകളെ തലോടിക്കൊണ്ട് തെങ്ങിൻ തലപ്പുകളെയും കുഞ്ചനൽ പാടങ്ങളെയും തഴുകിക്കൊണ്ട് കടന്നു വരുന്ന സമർത്ഥമായ കാറ്റ് ഏത് നിമിഷവും ഈ ഗുഹാ കവാടത്തിലൂടെ കടന്നു പോകുന്നു. ഇതിനകത്തേക്ക് കിടന്നാൽ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കവാടം, കല്ലിന്റെ ഒരു കവാടം വാതിൽ പോലെ തീർത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് കിടന്നാൽ അല്പം ഉയർന്ന തലത്തിൽ ഒരു ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു തലമുണ്ട്. അവിടെ ആ പ്രതലത്തിൽ മണൽ വിരിച്ചിട്ടുണ്ട്. അവിടെ ദർഭപ്പുല് വിരിച്ചാൽ ഒരാൾക്ക് സുഖമായി ഇരുന്ന് സന്യസിക്കാം. ഭഗവാൻ തന്റെ തപസ് ആരംഭിച്ചു. നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും തന്നെ കടന്നുപോയി. വിശക്കുന്ന സമയത്ത് കട്ടകോടിയിലയുടെ ചാറും അടപതികൻ കിഴങ്ങും അരുവിയിലൂടൊഴുകി വരുന്ന തിരുനീരും മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ തപസ്. ഈ തപസ് മഹാപ്രപഞ്ച ബോധത്തിനു മുമ്പിൽ തുറന്നു വെച്ച മനുഷ്യനായി ഭഗവാനിരുന്നു. കൊടിയ തപസ്സിന്റെ തപസ്സിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ നിറവിലേക്ക് ഉയരുവാനുള്ള തപസ്. ആ തപസ്സിന്റെ ഒടുവിൽ വർഷങ്ങൾ നീണ്ടു നിന്ന ഉജ്ജ്വലമായ തപസ്സിന്റെ ഒടുവിൽ ഭഗവാന്റെ ഹൃദയ ഗർഭരങ്ങളിലെല്ലാം തന്നെ വെളിച്ചത്തിന്റെ പ്രവാഹമുണ്ടായി. ഓ അനുഭൂതിയുടെ ആ നിമിഷത്തിൽ ഭഗവാൻ മന്ത്രിക്കുന്നു, ഓ നാമം ദൈവവും നന്നായി തീർന്നു. ഈ നിമിഷത്തെ നമ്മുടെ മുമ്പിൽ പലരും പണ്ഡിതോചിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പക്ഷേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ താൻ അനുഭവിച്ച ആ അനുഭൂതിയെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുമ്പോൾ സുഗന്ധവാക്കിയായ ഒരു മന്ദമാരുതിനെ പോലെ അത് നമ്മുടെ ഹൃദയ കവാടങ്ങളെ മെല്ലെ തട്ടി
തുറന്ന് അകത്തേക്ക് കടന്നു വരുന്ന ഒരു അനുഭൂതി നമുക്കും അനുഭവിക്കാൻ കഴിയും. ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുന്നത് പോലെ വരും വിവേകവൃത്തി. അറിവിനെ മൂടും അനിത്യമായയാമി ഇരുളിനെ ഇരുളിലും ആദിസൂര്യനുണ്ട്. ആദിസൂര്യൻ പ്രപഞ്ചത്തിന്റെ കാരണ സത്ത അത് ഉദിച്ചുയർന്നിരിക്കുന്നു. 1,000,000 ദിവാകരൊത്തുയരുംപടി പാരോട് നീരനരാദികളും കെട്ടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നും ഇതൊന്ന് വിളങ്ങിരണം. പഞ്ചഭൂതങ്ങളൊക്കെ അഴിഞ്ഞു പോയിരിക്കുന്നു. ഈ പ്രപഞ്ചബോധം അത് ഞാൻ തന്നെയാണെന്ന് അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. നിലമുള്ള നീരത് പോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയുമെന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി മാറിടുന്നു. ഈ വരികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഭഗവാൻ അനുഭവിച്ച അനുഭൂതിയാണ് അവിടെ നിവർത്തി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അണുഅറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും അന്ന് പൂർണ്ണമാകും. അനുഭവിയാതെ അറിവിയിൽ അത്യുത്കലമെന്ന് മൗനകനാമത് ആദ്യാവും. മൗനകനാമത് ആദ്യാവും. എന്തൊരു വാക്കാത്! ഏത് കവിക്ക് തന്റെ അനുഭൂതിയെ അനാവരണം ചെയ്യുവാൻ ഇങ്ങനെയുള്ള വാക്കുകൾ അവതരിപ്പിക്കുവാൻ പറ്റും? ഭഗവാനെല്ലാം കരതരാമലകം പോലെ സാധ്യമായി ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ വാക്കുകൾ അതിനോട് ചേർത്ത് ഒഴുകി ഒഴുകി വരും. ഭഗവാൻ നമ്മളൊക്കെ അല്ലെങ്കിൽ സാധാരണ കവികളൊക്കെ എഴുതുന്ന ഒരു പേപ്പറും പേരെടുത്ത് എഴുതാൻ ഇരുന്നിട്ടില്ല. തൻ്റെ അനുഭൂതി സാന്ദ്രമായ നിമിഷങ്ങൾ ഹൃദയത്തിൽ നിന്ന് അങ്ങയുടെ തിരുവുള്ളത്തിൽ മൂറി വരുന്നത് അത് കേൾക്കാൻ ഭാഗ്യമുള്ള ആളുകൾ, സമീപത്തുണ്ടായിരുന്ന ശിഷ്യന്മാരും രഹസ്യ ശിഷ്യന്മാരും ഭാഗ്യമുള്ളവരും ഭാഗ്യം സിദ്ധിച്ചവരും അവർ പെനയും പേപ്പറും എടുത്തിട്ട് എഴുതുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഭഗവാന്റെ 64 കൃതികൾ നമുക്ക് കണ്ടുകിട്ടിയത്. ആ ഹൃദയത്തിലൊക്കെ ഭഗവാന്റെ ഹൃദയം മന്ത്രിക്കുന്നുണ്ട്. നമ്മൾ ആ കൃതികൾ ചൊല്ലുമ്പോൾ ഭഗവാന്റെ ഹൃദയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുള്ള ഒരു വികാരം ഉണ്ടാവണം. ആ വികാരം നമ്മൾ ഉണ്ടാകുമ്പോഴാണ് ഈ വാക്കുകളുടെ കാന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ കൂടിയിട്ട് പോകാൻ കഴിയും. ഭഗവാന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് കടഞ്ഞെടുത്ത വാക്കാണ് അനുഭവിയാ അറിവിയിൽ അഖണ്ഡമാം ചിത്തനം. അത് മൗനകനാമതാപ്തിയാണ്. മൗനം കനീഭവിച്ച ഒരു അപ്തിയാണ്, സമുദ്രമാണ്, കടലാണത്. ഇങ്ങനെയുള്ള വാക്കുകൾ ആർക്കാണ് എഴുതാൻ കഴിയുക? ആ വാക്കുകളിലൂടെ ഭഗവാൻ അനുഭവിച്ചതിനെ നമ്മുടെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാണ് അണയിൽ അതിങ്കരശേഷ ദൃശ്യജാലം പുനരവിട ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. സ്വയം പ്രകാശിക്കുന്ന ഒരു തേജോ ഗോളമായി ശ്രീനാരായണ ഗുരുദേവൻ ആ ഗുഹയ്ക്കുള്ളിൽ മാറുന്നു. സ്പഷ്ടം നിലാവെന്ന് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു. ചന്ദ്രൻ മറഞ്ഞു. തട്ടി തട്ടി പെരുക്കി പെരുവിളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഇതുപോലെ അനുഭൂതിയുടെ രസം നുകരുന്ന സൂര്യ സുഹൃത്തികൾ താഴേക്ക് വരില്ല. എന്നും ഹിമാലയത്തിന്റെ മലമടക്കുകളിലും ഗുഹാകവാടങ്ങളിലും ഒക്കെ തന്നെ ഒരുപാട് സന്യാസി വര്യന്മാർ ഈ ആത്മാനുഭൂതി നുകർന്ന് അങ്ങനെ ഇരിക്കുന്നു. വലയുടെ പാല് നുകർന്ന ഭാനുമാന്മാർക്ക് 1000 ആണ്ട് എത്ര നേരം? ഒരല്പനേരം. അവർക്കൊക്കെ 1000 ആണ്ട് കടന്നു പോയാലും അറിയില്ല. നമുക്കോ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. സൂര്യസുഹൃത്തുക്കൾക്ക് 10,000 ആണ്ട് ഒരല്പനേരമാണ്. നമ്മളെ പോലുള്ളവർക്ക് നമുക്ക് ഈ പ്രഭാഷണം പോലും തീർന്നില്ല, വീട്ടിൽ പോകണമെന്ന് വിചാരിക്കല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കുള്ളത്. അങ്ങനെ നമ്മൾ ഓടുക, എങ്ങോട്ടൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുന്നു. എവരി ബർത്ത് ലീഡ്സ് വിദ്യാഭ്യാസം എന്ന് വെച്ചാലുണ്ട് ഇംഗ്ലീഷിൽ. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മൾ നയിക്കുന്നത് ശവക്കല്ലറയിലേക്കാണ്. അപ്പൊ നമ്മൾ ഓടി എത്തുന്നത് അവിടാണ്. ആ ഒരു ബോധം നമ്മളുണ്ടാണ്. അതിനു മുമ്പ് ഇതുപോലെയുള്ള സത്സംഗത്തിലൊക്കെ പങ്കെടുത്ത് മനുഷ്യന്റെ ക്രമമായ ലക്ഷ്യം എന്താണെന്നുള്ളത് അറിയണം. ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉണരണം. മനുഷ്യന്റെ പരമമായ ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉണരുക. അതിനാണ് ഭഗവാൻ അനുഭവിച്ചത് നമ്മുടെ മുമ്പിലും അവതരിപ്പിക്കുന്നത്. അങ്ങനെ സുഹൃതികളായിരിക്കുന്ന ആളുകൾ ആ ഒരു അനുഭൂതി മോദസ്ഥിരനായ വസിപ്പൂ മല പോലെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഇരിക്കുന്ന അനുഭൂതിയിൽ നിന്ന് താഴേക്ക് വരില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? ഭഗവാന്റെ അവതാര കൃത്യനിർവഹണം. ഭഗവാൻ എന്തിനാ അവതരിച്ചത്? ഭഗവാൻ താഴേക്ക് നോക്കി, നമ്മൾ നോക്കി. സ്പഷ്ടം നിലാവെന്ന് നീങ്ങി, മായാ മുണ്ടുപടം മാറി, ചന്ദ്രൻ മറഞ്ഞു, മനസ്സ് പോലും ഇല്ലാതായി, ലയിച്ചു ചേർന്നു ആ പരമാത്മ ചൈതന്യവുമായിട്ട്. 1,000,000 ദിവാകരൻ ഒത്തുയരുന്നത് പോലെ ദിനകരൻ ഉദയം ചെയ്തു.
പക്ഷെ എനിക്കങ്ങനെ ഇരിക്കാൻ കഴിയില്ല. താഴേക്ക് നോക്കി, കഷ്ടം ദീനം പിടിച്ചും മതിരയത് കുടിച്ചും കിടക്കുന്ന ലോകരുണ്ട് താഴെ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവരങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. നമ്മൾ മനുഷ്യരായിരുന്നില്ല. കുമാരസം പറയുകയാണ്, നമ്മൾ കോമരങ്ങളായിരുന്നു. നമ്മളെ മനുഷ്യരായി ആരും പരിഗണിച്ചിരുന്നില്ല. പൊതുവഴിയിലൂടെ നടക്കുവാൻ അവകാശമില്ല, പൊതുഗണത്തിൽ നിന്ന് വെള്ളമെടുക്കുവാൻ അവകാശമില്ല, പൊതുകുളത്തിൽ ഇറങ്ങി കുളിക്കുവാൻ അവകാശമില്ല, നമ്മുടെ സ്ത്രീകൾക്ക് മാറും മറയ്ക്കുവാൻ അവകാശമില്ല, മുക്കിൽനാല് വസ്ത്രം ഇറക്കി കൊടുക്കുവാൻ അവകാശമില്ല, ആഭരണങ്ങൾ അണിയുവാൻ അവകാശമില്ല, കുട്ടികളെ സ്കൂളിൽ വിടുവാൻ അവകാശമില്ല. നരന് അശുദ്ധ വസ്തു പോൽ ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും. കരകര ഇങ്ങനെ വല്ല നാടമുണ്ടോ തന്ത കഷ്ടം എന്നാശാൻ പാടുന്നു. ആ തന്തയ്ക്കൊക്കെ വലിയ അർത്ഥമുണ്ട് കേട്ടോ. നമ്മുടെ ആ ദയനീയമായ അവസ്ഥ, മനുഷ്യന്റെ ദയനീയമായ അവസ്ഥയെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഹന്ത എന്നുള്ള വാക്ക് അവിടെ ചേർത്തത്. അത്രമാത്രം കഷ്ടമാണ്. അതിലും വലിയൊരു വാക്ക്, ആ ദയനീയ സ്ഥിതിയെ അവതരിപ്പിക്കുവാൻ അതിലും ഒരു വലിയൊരു വാക്ക് അവതരിപ്പിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഉമാനാശൻ പറയുന്നത് ഹന്ത കഷ്ടം. ആ കഷ്ടം പിടിച്ച അവസ്ഥയിൽ, കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതേപ്പോൾ. ഗംഗയും യമുനയും സരസ്വതിയും പോലെയല്ല, ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നൊരു നദി ഉത്ഭവിക്കുകയാണ്. കാരുണ്യത്തിന്റെ നദി, അനുകമ്പയുടെ നദി. ആ നദി നമ്മളിലേക്ക് ഒഴുകിയത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരായത്. ഭഗവാന്റെ അനുകമ്പയാണ് നമ്മുടെ ജീവിതം. ഓരോ ക്ഷേത്രങ്ങളിലും മൂർത്തികളെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രിമാർ അല്ലെ ആചാര്യന്മാർ ശില്പി ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തിന് ചൈതന്യമില്ല. അതിലേക്ക് ചൈതന്യം പകർന്നു കൊടുക്കുന്നത് പ്രതിഷ്ഠാ സമയത്ത് ഓരോ തന്ത്രിയുടെയും അതുവരെ ആർജിച്ച സാധനാബലം കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നിന്നും ചൈതന്യത്തെ തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് ഈ ശിലയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുക. ആ ശിലകളൊക്കെ തന്നെ ഇളക്കം സംഭവിക്കുന്നുണ്ട് അല്ലെ? 12 വർഷം കൂടുമ്പോൾ പ്രതിഷ്ഠ. അപ്പൊ അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യമായ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും ഒരു നദി നമുക്ക് വേണ്ടി ഒഴുകുകയാണ്. ആ അനുകമ്പാമൂർത്തിയുടെ നദി. ഓരോ വിഗ്രഹത്തിനും ഒരു ഭാവമുണ്ടെങ്കിൽ, നമ്മളിപ്പം ദേവീക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ ക്ഷേത്രത്തിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് രക്ഷയില്ലെങ്കിൽ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകും നമ്മളല്ലേ. നമ്മൾ മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെട്ടവർ പോകാൻ പണ്ട് നമ്മളായിരുന്നു ഓടം നടക്കുന്നത്. ചോട്ടാനിക്കര പോയിട്ട് രക്ഷയില്ല, ഉടനെ അടുത്ത സ്ഥലത്തോട്ടോടും. ചക്രത്തകാമ്പഴത്തിൽ അമ്മയിടത്തിലൊക്കെ ഓടും, അവിടെ രക്ഷില്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ടോടും. ഈ ഓട്ടൊക്കെ അവിടെ നിൽക്കുക. അപ്പം എന്തുകൊണ്ട് ആ ദേവിയിൽ നിന്ന് ഈ ദേവിയിലേക്ക് ഓടുന്ന ഓരോ ഭാവത്തിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഭാവമാണ് തന്ത്രി അവിടെ കൊടുക്കുന്നത്. പക്ഷെ ഭഗവാൻ ഒരൊറ്റ ഭാവയുള്ളൂ. അതെന്താണ്? ആ യോഗ നയനങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന അനുകമ്പ. ആ അനുകമ്പയാണ് നമ്മളെ മനുഷ്യരാക്കിയത്. ആ അനുകമ്പയാണ് സാക്ഷാത്കാരത്തിന്റെ നിറവിൽ നിന്നും മരുത്വാമലയുടെ ആ ഉയരത്തിൽ നിന്നും ഭഗവാനെ താഴേക്ക് കൊണ്ടുവന്നത്. കരഞ്ഞ് കണ്ണീർ പറ്റിയവരെ ജനതയുടെ കണ്ണീരൊക്കുന്നതിന് വേണ്ടി അവതരിച്ചത് കൊണ്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചപ്പോൾ കരയാതെ വന്നത്. ഭഗവാൻ താഴേക്ക് വന്നു അനുകമ്പയുമായി. അരിവുപുറത്തെത്തിയ ഭഗവാൻ, അരിവുപുറം നിങ്ങൾക്കറിയാല്ലേ, പോയിട്ടുണ്ടല്ലോ. ഇവിടൊക്കെയാ നമ്മൾ പോകേണ്ടത്, എവിടൊക്കെയാ പോകുന്നത്. എവിടെ പോകുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് കിട്ടാത്തത് നമുക്ക് എവിടുന്ന് കിട്ടില്ല കേട്ടോ. കിട്ടിയിട്ടില്ല, നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇവിടെയൊന്നും നമ്മളെ കയറ്റിയിരുന്നില്ല. കയറ്റാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഈ മഹാഗുരുവാണ്. അവസരം കിട്ടുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെ ആയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇങ്ങനെ ആകുമായിരുന്നില്ല. അഗസ്ത്യാർകുളം മലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നെയ്യാണ്. അത് അരിവുപുറത്തെത്തുമ്പോൾ ആ പാറയുടെ തടത്തെ രണ്ടായി പിളർന്നുകൊണ്ട് ഒഴുകിപ്പോവുകയാണ്. അതിങ്ങനെ ഇരച്ചാണ്ടി വരുന്ന സമയത്ത് ദൂരത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അതിന്റെ ഇരമ്പൽ കേൾക്കാം. ആ പാറയിൽ തട്ടിച്ചിതറി തെറിച്ചാണ് നദി ഒഴുകുന്നത്. ആ നദിയുടെ തീരത്ത് ഒരു മലയുണ്ട്, കൊടിതൂക്കിമല. കൊടിതൂക്കിമല എന്ന മലയ്ക്ക് പേര് വരുവാൻ കാരണം രാജഭരണകാലത്ത്, നാടുവാഴിക്കാലത്ത് ദേശങ്ങളുടെ അതിരിടുന്നതിന് വേണ്ടി അടയാളം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ അടയാളം സ്ഥാപിക്കുന്നത് ഉയരമുള്ള പ്രദേശങ്ങളിൽ കൊടികൾ സ്ഥാപിക്കുമായിരുന്നു. അങ്ങനെ ഒരു കൊടി ഈ മലയുടെ മുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് കൊടിതൂക്കിമല എന്ന് പേര് വന്നത്. ആ കൊടിതൂക്കിമലയുടെ അടിവാരത്ത് നെയ്യാറിന് അഭിമുഖമായി
ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഭഗവാൻ സ്വസ്ഥമായി തപസ് തുടർന്നു. വെള്ളം ഉയർന്നു വരുന്ന സമയത്ത് അവിടെ ഇരിക്കാൻ കഴിയില്ല. ആ സമയത്ത് കൊടുതൂക്കി മലയുടെ ഉയരത്തിലേക്കും അതിന്റെ പടിഞ്ഞാറൻ ചെരുവിൽ ഏതാണ്ട് 45 അടി പടവുകൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും ആ പടിഞ്ഞാറൻ ചെരുവിൽ മറ്റൊരു ഗുഹയുണ്ട്, ചെറിയ ഗുഹ. ഒരാൾക്ക് സുഖമായി ഇരുന്ന് തപസ് അനുഷ്ഠിക്കാം. അവിടെയും തപസ്സും ധ്യാനവും ഭഗവാൻ തുടർന്നു. ചില സമയങ്ങളിൽ ഭഗവാൻ സായം സന്ധ്യയിലും പ്രഭാതവേളയിലും ഭഗവാൻ ഈ കൊടുതൂക്കി മലയുടെ ഉയരത്തിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ വിഗ്രഹ വീക്ഷണം നടന്നു. ആകാശം ഇങ്ങനെ വളഞ്ഞു വന്ന് ചക്രവാള സീമയെ തൊടുന്നു. കാലസസ്യലതാദികൾ സൃഷ്ടിക്കുന്ന പച്ചപ്പ് ഹരിതാവ ഹൃദയധാരിയായി പടർന്നു കിടക്കുന്നു. അവിടെ മരങ്ങൾക്കിടയിൽ ചെറിയ കൂരകൾ ദൂരെ കാണാം. ചില കൂരകളിൽ നിന്നും പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നു. അതിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദുഃഖം കനീഭവിച്ച തത്വനിശ്വാസങ്ങളെ പോലെ ഭഗവാൻ അത് തോന്നി. ഇവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം, ഇവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. ആരാധനാലയങ്ങൾ മനുഷ്യരെ ചേർത്ത് വെക്കുവാനുള്ള ഇടമാണ്. ഭഗവാന്റെ ക്ഷേത്രസങ്കല്പത്തിലേക്ക് ഞാൻ വരികയാണ്. ആരാധനാലയങ്ങൾ മനുഷ്യരെ ചേർത്ത് വെക്കുവാനുള്ള ഇടമാണ്. എന്നാൽ ഇവിടെ ആരാധനാലയങ്ങളിൽ ചില ആളുകൾക്ക് പ്രവേശനമില്ല. ആരാധനാലയങ്ങൾ മനുഷ്യരെ അകറ്റുന്ന ഇടങ്ങളായി മാറുന്നു. ഇവരെ ചേർത്ത് വെക്കും, സംഘടിച്ച് ശക്തരാക്കണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരും സ്വതന്ത്രരുമാക്കണം. ഭഗവാൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു. ചില സമയങ്ങളിൽ ഭഗവാൻ പടിഞ്ഞാറ ചെരുവിലൂടെ നടന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമായിരുന്നു സന്ദർശകനായി. പുലിവാതിക്കൽ വേലായുധം വൈദ്യരുടെ വീടാണ്. പുലിവാതിക്കൽ നിന്നാണ് വീട്ടിൽ വരുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അവിടെ പുലികളുടെ സ്വൈര്യ വികാരം ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നൊരു ദിവസം ഗുരുദേവൻ പുലിവാതിക്കൽ വേലായുധം വൈദ്യരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അന്ന് വലിയ ശ്രേഷ്ഠമായ പാരമ്പര്യ വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായിരുന്നു. ഇന്നത്തെ ഡോക്ടർമാരാണ് അന്നത്തെ വൈദ്യന്മാർ, അല്ലേ? ഇന്നത്തെ MBBS ഡോക്ടർമാരാണ് അന്നത്തെ വൈദ്യന്മാർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തൊട്ടുകൂടാത്തവരായി നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച്. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സാഹചര്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. പ്രൗഢവുമായ സുവർണമായ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഉജ്ജ്വലമായ സംസ്കാരത്തിന്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഡച്ചുകാരെ ഇവിടെ ഭരിച്ച സമയത്ത് പോർത്തുഗീസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം മലയാള ഭാഷ ആദ്യം ലിപിരൂപം പ്രാപിച്ചത്, അച്ചടിമഷി പുരണ്ടത് പോർത്തുഗീസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലാണ്. കുട്ടികൾ പഠിക്കുന്ന അവർക്കറിയാം. ആ ഗ്രന്ഥം അച്ചടിച്ചത് ഡച്ചുകാരാണ്, അവരുടെ നാട്ടിലാണ്. അവരുടെ ഗവർണറായ വാൻഡ്രീഡ് ആമുഖമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിലാണ് ഈ ഗ്രന്ഥം പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിച്ചത് സസ്യശാസ്ത്ര രംഗത്ത് നിപുണനായ ഈഴവ കുടുംബത്തിൽ ചേർത്തലയിലുള്ള ഇട്ടി അച്യുതൻ എന്ന ആളാണ്. ആമുഖമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മലയാള ലിപിയിൽ തന്നെ. അപ്പൊ സസ്യശാസ്ത്ര ഗവേഷണ രംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്ത്, പോരാട്ട രംഗത്ത് എല്ലാം തന്നെ ഉജ്ജ്വലമായ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ വീരോചിതമായ പാരമ്പര്യം നമ്മുടെ കുലത്തിൻ്റെതാണ്. അച്ചിപ്പുട നിർമ്മിക്കുന്ന ഈഴവ സ്ത്രീകൾ ആ പുടവ ധരിക്കാൻ പാടില്ല, മാറി മറയ്ക്കാൻ പാടില്ല എന്ന് നികൃഷ്ടമായ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈഴവ സ്ത്രീ കായംകുളം ചന്തയിലൂടെ അച്ചിപ്പുടവ ഉപയോഗിച്ച് മാറി മറച്ചു വന്നപ്പോൾ സവർണ മാടമ്പിമാർ ആ പുടവ ചിന്തിയെറിഞ്ഞ് അവളെ അപമാനിച്ച സമയത്ത് ആ നിലവിളി വെച്ച് കേട്ടു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. തന്റെ കള്ള കുതിരപ്പുറത്ത് ഉടവാളുമെന്നി അവിടെ എത്തി ഒരുപാട് സ്ത്രീകളെ, അവർണ സ്ത്രീകളെ അച്ചിപ്പുടവ ധരിപ്പിച്ചുകൊണ്ട് ചന്തയിലൂടെ പ്രകടനമായി നടത്തി. ഒരു സവർണനും വന്നില്ല എതിരിടുവാൻ. കായംകുളം ചന്തയിലൂടെ ആഭരണം ധരിക്കുവാൻ അവകാശമില്ലായിരുന്ന ഈഴവ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീ സ്വർണം കൊണ്ടുള്ള മൂക്കുത്തി അണിഞ്ഞ് അതിലേക്ക് നടന്നു വന്നപ്പോൾ ഒരു സവർണ മാടമ്പി ചെന്നിട്ട് ആ മൂക്കിലെ മാംസത്തോടു കൂടി ആ മൂക്കുത്തി പറിച്ചെടുത്തപ്പോൾ ആ വേദനയും ആ രക്തം ചിന്തയുടെയും രോദനം കേട്ടുകൊണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ തന്റെ കയ്യിൽ നിന്ന് പണം മുടക്കി 1000 സ്വർണ്ണ മൂക്കുത്തികൾ പണി കഴിപ്പിച്ചുകൊണ്ട് അവിടെയും ഉടവാളുമേന്തി വെള്ളക്കുതിരപ്പുറത്തെത്തി നൂറുകണക്കിന് ആളുകൾക്ക് അത് വിതരണം ചെയ്ത് അവിടെ പന്തളത്തുകൂടി പ്രകടനമായി അവർ നടത്തി. ഒരു മാടമ്പയും അടുക്കുവാൻ ധൈര്യം കാണിച്ചു. ചതിയിലൂടെയാണ് പിന്നെ കൊലപ്പെടുത്തിയത്. ആ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ വീരോചിതമായ പാരമ്പര്യം പേർന്നവരാണ് നമ്മൾ. ഉണ്ണിയാർച്ചയുടെയും ആരോമൽച്ചേകവരുടെയും കടത്തനാടൻ കളരിയുടെ ഉജ്ജ്വലമായ ഐതിഹ്യ പെരുമ പേറുന്നവരാണ് നമ്മൾ. ഒരു സ്ത്രീ അവരുടെ ശരീര അവയവത്തിന് പോലും നികുതി കൊടുക്കണമെന്നുള്ള നികൃഷ്ടമായ വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നികുതി പിരിക്കുവാൻ വേണ്ടി സവർണ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോൾ, കുടിലിന്റെ മുമ്പിൽ എത്തിയപ്പോൾ
തലേ ദിവസമേ മൂർച്ച കൂട്ടി വെച്ചിരുന്ന ഒരു അരിവാണെടുത്ത് തന്റെ മാറിടം തേടിച്ച് പൂശനയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വീരോചിതമായി അവരുടെ മുമ്പിൽ കീഴടങ്ങാതെ രക്തം വാർന്നൊലിച്ച് പുറകോട്ട് വീണ് മരിച്ച നങ്ങേലിയുടെ പാരമ്പര്യം ഈ കുലത്തിൻ്റെതാണ്. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച ശബരിമല അയ്യപ്പന്റെ ചീരപ്പരൻ ചിറയിൽ നിന്ന് തുടങ്ങുന്ന ഉജ്ജ്വലമായ പാരമ്പര്യവും ഈ കുലത്തിൻ്റെതാണ്. തന്റെ സുന്ദരിയായ ഭാര്യയെയും രാഹുൽ എന്ന് പറയുന്ന 1 വയസ്സുള്ള മകനെ ഉപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിലെ എല്ലാ സുഖഭോഗങ്ങളും വെടിഞ്ഞ് മനുഷ്യന്റെ ദുഃഖം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഗൗതമ സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയപ്പോൾ ആ ബൗദ്ധ ദർശനത്തെ 2 കൈ കൊണ്ട് ആദ്യം സ്വീകരിച്ച ജനതയാണ് നമ്മുടേത്. ആ ബുദ്ധ ദർശനത്തെ സ്വീകരിച്ചതിന്റെ പേരിലാണ് ബ്രഹ്മസത്തിന്റെയും ദേവസ്വത്തിന്റെയും പേരിൽ ഇവിടെ സവർണർ നമ്മുടെ ഭൂമിയെല്ലാം തട്ടിപ്പറിച്ചെടുത്തത്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്ന ചിലർ ചോദിക്കും. മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ പഴയ ചരിത്രം നമുക്ക് കരുത്താറാണ്. ഞാനിപ്പോൾ ഒരു 2 വീലറിലാണ്, ബൈക്കിലാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ സഞ്ചരിക്കുന്ന ബൈക്കിലും കാറിലും ഒക്കെ മുന്നോട്ട് പോകുന്ന വാഹനത്തിന് പുറകോട്ട് തിരിച്ചു വെച്ച കണ്ണാടിയുണ്ട് വശങ്ങളിലുണ്ടോ? മുന്നോട്ട് പോകുന്ന വാഹനത്തിന് എന്താ പുറകോട്ട് തിരിച്ചു വെച്ച കണ്ണാടി? പുറകിലെ കാഴ്ചകൾ കാണാം. പുറകിലെ കാഴ്ച കണ്ടാൽ എന്താകുന്നു? മുന്നോട്ടുള്ള യാത്രയെ സുഗമമാക്കും. അപ്പൊ പുറകിലെ ചില കാഴ്ചകൾ നമ്മളോടൊപ്പം അവിടെ കിടക്കരുത്, മുന്നോട്ട് തന്നെ പോകണം. പക്ഷേ ആ ഓർമ്മകൾ, എൻ്റെ അച്ഛനെ നിലക്കൊണ്ട വെയിലാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന തണൽ എന്ന ബോധം നമുക്കുണ്ടാകണം. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സുഖകരമായ അന്തരീക്ഷത്തിൽ, ഈ നല്ല വെളിച്ചത്തിൽ, നല്ല പ്രകാശത്തിൽ, നല്ല ശീതളമയിൽ നമുക്ക് ഈ കൂടുതൽ കയറിയിരിക്കാൻ പറ്റുന്നത്. ആ സത്കരണം നമുക്കുണ്ടാകണം. ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ വരുമ്പോൾ നമ്മുടേതായ പങ്ക് നമുക്ക് വഹിക്കാൻ കഴിയണം. ഒന്ന് വന്നിരുന്ന് കേൾക്കാൻ തയ്യാറാക്കുക. കേൾക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് കസാര ഒന്ന് തൂത്തിട്ട് വിരിക്കി കൊടുക്കുക. അതെല്ലാം അവരുടെ ജോലിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഇതെല്ലാം നമ്മുടേതാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ സംഘടിച്ച് ശക്തരായാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഓരോ ഇഞ്ചും പോരാടിയാണ് നമ്മൾ എത്തിയത്. ആരും നമുക്ക് വെള്ളിത്തറയിൽ എന്ന വണ്ണം ഒന്നും വെച്ച് നീട്ടി ഔദാര്യപൂർവ്വം തന്നിട്ടില്ല. ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെയാണ് നമ്മൾ നേടിയെടുത്തത്. അങ്ങനെ ഒരു ദിവസം ശ്രീനാരായണ ഗുരുദേവൻ കുരുവാതിക്ക് വേലായുധം വൈദ്യരുടെ ഇടയ്ക്ക് നടന്നു വരുമ്പോൾ വേലായുധം വൈദ്യർ ഒരു ദൂഷണയിൽ താൻ അധ്വാനിച്ചുണ്ടാക്കിയ ഏതാനും പരമൂലാദികളും കുറെ നാണയത്തുട്ടുകളുമായി ക്ഷേത്ര ദർശനത്തിന് പുറപ്പെടുന്നതിന് വേണ്ടി വലതുകാൽ വെച്ച് വാതിക്കൽ നിന്ന് ഇറങ്ങുകയാണ്. ഗുരുവിനെ കണ്ടതും മുന്നോട്ട് വെച്ച കാൽ പുറകോട്ട് വെക്കണോ മുന്നോട്ട് പോകണമെന്ന ആശങ്കയായി വേലായുധം വൈദ്യർ. ഭഗവാൻ ഇത് മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, ക്ഷേത്ര ദർശനത്തിനല്ലേ നാമും കൂടെ വരട്ടെയോ? നാമും കൂടെ വരാമെന്നല്ല പറയുക, ഭഗവാന്റെ ഭാഷയിലാണ്, വിനയമാണ്. നാമും കൂടെ വരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ വേലായുധം വൈദ്യർക്ക് വലിയ സന്തോഷമായി. ഒന്നിച്ച് കുറെ നേരം സംസാരിച്ച് യാത്ര ചെയ്തു. ക്ഷേത്രത്തിനെ അടുത്ത് ചെന്നു. ആങ്കോട് ക്ഷേത്രം. ആങ്കോട് ക്ഷേത്രത്തിന് പുരാതനമായ ഒരു പഴയ ക്ഷേത്രമാണ്, ചെറിയ ക്ഷേത്രം. അതിൻ്റെ ചുറ്റുമതിലുണ്ട്, ചെറിയൊരു ചുറ്റുമതിൽ. ആ ചുറ്റുമതിലിന് പുറത്ത് 72 അടി അകലം മാറിയിട്ടൊരു കല്ലുണ്ട്. അവിടെ വരെ നമുക്ക് പ്രവേശനമുണ്ട്. അവിടെ ചെന്നു. വേലായുധം താൻ കൊണ്ടുവന്നതെല്ലാം ഭൂഷണയിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് വീണ്ടും 10-20 അടി അകലേക്ക് ദൂരെ പെട്ടെന്ന് കൂടി മാറുകയാണ്. മാറിക്കഴിഞ്ഞപ്പോഴേക്കും കിണ്ടിയിൽ വെള്ളവുമായിട്ട് പൂജാരി പുറത്തേക്ക് വന്ന പൂജാരി ആ വെള്ളം കൊണ്ടുവന്നിട്ട് കളിച്ചു. അതിനുശേഷം ഇത് ശ്രീകോവിലിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോയി. നാം അധ്വാനിച്ചുണ്ടാക്കിയ പല മൂലാദികൾക്ക് ശ്രീകോവിലിനുള്ളിൽ വരെ പ്രവേശനമുണ്ട്. നാം വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ നാണയത്തുട്ടുകൾക്ക് ശ്രീകോവിലിനകത്ത് പ്രവേശനമുണ്ട്. നമ്മുടെ ശരീരമായിരുന്നു അശുദ്ധവുമായിരുന്നു. ഒരു മനുഷ്യന്റെ ശരീരം മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ അശുദ്ധവും മൈത്വവുമാകുന്ന നികൃഷ്ടമായ വ്യവസ്ഥിതി ഭാരതത്തിൽ ഇത്രമാത്രം അധപ്പതിച്ചത് കേരളത്തിൽ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഭാരത പര്യടനം നടത്തി കേരളത്തിലെത്തിയ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഇവിടെയുള്ളവർക്ക് പ്രാന്താണ്. വെറുതെ എന്ന് പറഞ്ഞതല്ല. ഭഗവാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ചെന്നപ്പോൾ ആ വാതിക്കൽ നിന്ന് ഒരു ബ്രാഹ്മണകുമാരൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? കാഷായ വേഷം ധരിച്ച ഒരാളോട്, സന്യാസിയോട് ജാതി ചോദിക്കുന്നത് ശരിയല്ല എന്നറിഞ്ഞുകൊണ്ട് പേര് ചോദിച്ച് ജാതി അറിയാനുള്ള വിദ്യ. നരേന്ദ്രനാഥ് തീർത്ത് അദ്ദേഹം മറുപടി പറഞ്ഞു, കായസ്ഥ ജാതിയിൽ പിറന്ന ആളാണ്, അന്നത്തെ കാലത്ത് സവർണനല്ല, നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അമ്പലത്തിൽ നിന്ന് കുറച്ചു മാറി നിൽക്കുന്ന ആലിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. 1 അല്ല 2 ദിവസം. അദ്ദേഹം നോക്കുമ്പോൾ നായും നരിയും ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നു. നായും നരിയും കടന്നു പോകുന്നിടത്ത് മനുഷ്യന് പ്രവേശനമില്ലാന്ന് നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടാണ് സ്വാമി പറഞ്ഞത്, നിങ്ങൾക്ക്
ഒരു ഭ്രാന്താലയം കാണണമെങ്കിൽ യുണാനിക് അസൈലമാണെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലബാറിലേക്ക് വരിക. എന്നിട്ട് 1893 ചിക്കാഗോയിൽ അദ്ദേഹം പ്രസംഗം നടത്തിയപ്പോൾ അമേരിക്കക്കാരെ അദ്ദേഹം എൻ്റെ സഹോദരി സഹോദരന്മാരെന്ന് അറിയിച്ചു. അതാണല്ലോ വിഖ്യാതമായ പ്രസംഗം. അതുവരെ വിരസമായ പ്രസംഗങ്ങൾ കേട്ട് മുഷിഞ്ഞിരുന്ന സദസ്സിന് മുന്നിലേക്ക് അതുവരെ എല്ലാവരും അഭിസംബോധന ചെയ്തത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ്. സ്വാമി വിവേകാനന്ദൻ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചു. എൻ്റെ സഹോദരി സഹോദരന്മാരെ. വലിയ ആഴമുള്ള വാക്ക്. ആ വാക്ക് കേട്ടതും കരഘോഷത്തോടെ ആ പ്രസംഗത്തെ അവർ സ്വീകരിച്ചു. അന്ന് അദ്ദേഹം പ്രസംഗിച്ച 1200ഓളം പേരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ച ആ കൊളംബിയ സ്റ്റേഡിയം ഇന്ന് അവിടെ ഇല്ല. പക്ഷെ സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്യു പ്രതിമ അവിടെ ഉണ്ട്. ചരിത്രത്തിൽ ഇടം നേടി. നോക്കൂ, അതിനും 5 വർഷങ്ങൾക്ക് മുമ്പാണ് അനിൽപ്പുറം പ്രതിഷ്ഠ. വേലായുധം വൈദ്യരോട് ഗുരുദേവൻ ചോദിച്ചു, എന്തിനീ നാണക്കേടിന് പോകണം? സ്വാമി, ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഗുരുവിൽ വിശ്വാസമുണ്ട്. പക്ഷേ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് പണം നഷ്ടവും അപമാനവുമാണ് ഫലം. നിങ്ങൾക്ക് ക്ഷേത്രമുണ്ടാകും. 1888 കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ നമുക്കൊരു ക്ഷേത്രമുണ്ടാകും പോകുന്നു എന്നുള്ള ആഹ്ലാദത്തോടെ പൊതുവേ ശിവരാത്രി നാളിൽ 2-3 വർഷങ്ങളായിട്ട് അവിടെ ഉറക്കം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ആളുകൾ എത്തുമായിരുന്നു. ആ കാനനപാതയൊക്കെ താണ്ടിയാണ് എത്തുക. ഇന്ന് നമുക്ക് സുഗമമായ സഞ്ചാര പാതകളുണ്ട്, വാഹന സൗകര്യമുണ്ട്. എന്നിട്ടും നമ്മൾ എത്ര പേര് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്? അന്ന് വെട്ടിത്തെളിച്ച ഒരു പാത പോലുമില്ല, വാഹന സൗകര്യമില്ല. കാൽനടയായി വേണം അവിടെ എത്തുവാൻ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആ കാലഘട്ടത്തിൽ 29-30 വയസ്സുള്ള ആ യുവയോഗിയെ കാണുവാൻ അന്നേ ദൈവതുല്യമായി ആരാധിച്ച ആളുകൾ അവിടെ എത്തുമായിരുന്നു. അതേപോലെ അന്നത്തെ ശിവരാത്രി ദിവസം കൂടുതൽ ആളുകൾ എത്തി. കാരണം എന്താ? നമുക്കൊരു ക്ഷേത്രം ഉണ്ടാകുവാൻ പോകുന്നു എന്ന വിളംബരം ഗുരുവിൽ നിന്നുണ്ടായിരിക്കുന്നു. ഭഗവാൻ നെയ്യാറിന്റെ തീരത്തുള്ള അരിവിപ്പുറത്ത് ആ കിഴക്കേ തീരത്ത് ഒരു പരന്ന പാറയെ പീഠമായി സങ്കല്പിച്ചു എന്നറിഞ്ഞ് ശിവലിംഗദാസ സ്വാമികളുടെ നേതൃത്വത്തിൽ ആ പീഠത്തിന് ചുറ്റും കുരുത്തോലകളും മാവിലകളും കൊണ്ട് അലങ്കാരങ്ങൾ സൃഷ്ടിച്ചു. മരോട്ടിയുടെ രണ്ടായി പിളർന്നിട്ട് അതിലെ കാമ്പെടുത്ത് കളഞ്ഞിട്ട് അതിൽ എണ്ണ നിറച്ച് തിരിതെളിച്ച് കവളമടലൊക്കെ ചേർത്ത് വെച്ച് അതിന് മുകളിലും പാറപ്പുറത്തും ഒക്കെ ആയിട്ട് വെച്ചു. എങ്ങും ദീപപ്രഭ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആ ദിവസം പുറത്തേക്ക് അങ്ങനെ കാണുന്നില്ല. തന്റെ പർണശാലയിൽ ധ്യാന നിമഗ്നനായിരിക്കുകയാണ് ഭഗവാൻ. വലിയ സ്വാതന്ത്ര്യമാണ് കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന ശിവലിംഗദാസ സ്വാമികൾക്ക് ഗുരുവിനോടുണ്ടായത്. ഭഗവാന്റെ ആദ്യത്തെ ശിഷ്യനാണ്, ഭഗവാന്റെ മത്സര ശിഷ്യനാണ്. 17ാമത്തെ വയസ്സിൽ മീശ മുളയ്ക്കാത്ത പ്രായത്തിൽ ഭഗവാനോട് സഹകരിച്ചതിന്റെ പേരിൽ പടിയടച്ച് കുടുംബത്തിൽ നിന്ന് പിണ്ടം വെച്ച ആളാണ്. തൻ്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഭഗവാനാണ്. ഭഗവാന്റെ ചില ശിഷ്യന്മാർ ഭഗവാനെ ഗുരുവെന്നല്ല വിളിക്കുക, അച്ഛാന്ന് പോലും വിളിക്കുക. എത്രമാത്രം സ്നേഹ വാത്സല്യമാണ് ഭഗവാൻ അവരെ ചൊരിഞ്ഞതെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ഭഗവാനോട് വലിയ സ്വാതന്ത്ര്യമാണ് കൊച്ചപ്പിക്കുള്ളത്. എന്നിട്ട് പോലും അന്നത്തെ ദിവസം മുഖത്തേക്ക് നോക്കുവാൻ കൊച്ചപ്പിക്ക് കഴിഞ്ഞത് അത്രമാത്രം ഗംഭീരമായൊരു ഭാവമായിരുന്നു. സ്വതവേ ശാന്തമായ ഭാവം അങ്കുലിക്കുന്ന ഭഗവാന്റെ മുഖത്ത്, പ്രസരിക്കുന്ന ഭഗവാന്റെ മുഖത്ത് അന്ന് ശാന്തതയോടൊപ്പം ഗംഭീരമായൊരു ഭാവം. ആ മുഖത്തിന്റെ തേജസ്സിന് മുമ്പിൽ അങ്ങനെ നോക്കി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. തന്റെ പർണശാലയിലേക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് പാടി നോക്കും ശിവലിംഗദാസ സ്വാമികൾ. വീണ്ടും മടങ്ങിപ്പോലും ഭഗവാൻ പുറത്തേക്ക് വരുന്നില്ല. ഏതാണ്ട് അർദ്ധരാത്രിയോടെ അടുത്ത സമയത്ത് ശാന്തഗംഭീരമായ ഭാവത്തോടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരയിൽ ഒരു വെള്ളമുണ്ട് മാത്രം ധരിച്ച് നെയ്യാറിന്റെ തീരത്തേക്ക് മണ്ഡം വന്ന് നടന്നു വന്നു. അവിടെ ശങ്കരൻകുടിക്ക് അഭിമുഖമായി നിന്നു. നെയ്യാർ നൂറ്റാണ്ടുകളായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മൂലം ആ പാറയിലൊക്കെ തട്ടി തെറിച്ചിങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകുന്ന സ്ഥലത്ത് അവിടെ ചുഴികൾ തീർത്താണ് കടന്നു പോകുക. കിണറ് പോലെയുള്ള ഗർത്തം അവിടെയുണ്ട്. അതിൽ വീണ് പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. അതിനമുഖമായിട്ടാണ് ഭഗവാൻ നിൽക്കുക. ഭഗവാൻ അവിടേക്ക് ആ ശങ്കരൻകുടിയിലേക്ക് നടന്നിറങ്ങി. ആളുകൾ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ എന്നുള്ള മന്ത്രം മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭഗവാൻ മെല്ലെ നടന്ന് ശങ്കരൻകുടിക്കടുത്തേക്ക് നടന്നിറങ്ങി. ആ കുഴിക്കടുത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഭക്തജനങ്ങൾ ആശങ്കയോടെയാണ് കണ്ടത്. കാരണം ആ കഴിയുടെ കുഴിയുടെ ആഴം ആരും അറിഞ്ഞിട്ടില്ല. ഭഗവാൻ മൂന്നാം കുഴിയിട്ട് ശങ്കരൻകുടിയിലേക്ക് പോയി. ഏതാനും നിമിഷങ്ങൾ ഭക്തജനങ്ങൾ ആശങ്കയോടെയെങ്കിലും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആശങ്ക നിലവിളി വെച്ച പോലായി. ഒരു മനുഷ്യന് ജലത്തിനടിയിൽ കഴിയാൻ കഴിയുന്ന സമയം കഴിഞ്ഞിട്ടും തങ്ങളുടെ ഗുരു മുകളിലേക്ക് ഉയർന്നു വരുന്നില്ല. സമയം നീണ്ടുപോവുകയാണ്.
നിലവിളി വെച്ച് ഉയരാൻ തുടങ്ങിയപ്പോൾ അവരുടെ നടുക്ക് നിന്നുകൊണ്ട് ശിവരംഗദാസ സ്വാമികൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ്, പേടിക്കണ്ട, ഭയപ്പെടേണ്ട, ശിവപഞ്ചാക്ഷരി മണ്ഡലം ജപിച്ചു കൊണ്ടുവരും. കാരണം എന്താ? അനുഭവിച്ചറിഞ്ഞതാണ് ശിവലിംഗദാസ സ്വാമികൾ. അനുഭവിച്ചറിഞ്ഞിട്ടാണ് കുടിഷക്കത്തിൽ എഴുതി വെച്ചത്, ഓം ബ്രഹ്മണേ മൂർത്തിമതേ. ഒരു സാധാരണ മനുഷ്യനല്ല. പരംബ്രഹ്മത്തെ കണ്ണുകൊണ്ട് കാണുവാനോ, നാക്കുകൊണ്ട് രുചിക്കുവാനോ, തൊക്കുകൊണ്ട് സ്പർശിച്ചറിയുവാനോ, നാക്കുകൊണ്ട് ചെവി കൊണ്ട് കേൾക്കുവാനോ, കാതുകൾ കൊണ്ട് കേൾക്കുവാനോ കഴിയത്തില്ലെങ്കിൽ, അനുഭവിച്ചറിയുവാനേ കഴിയത്തുള്ളെങ്കിൽ, അതൊരു എനർജിയാണെങ്കിൽ, അതൊരു ചൈതന്യമാണെങ്കിൽ, അത് അറിവും ബോധവുമാണെങ്കിൽ, അങ്ങനെയുള്ള ആ ബോധം ഒരു മൂർത്തിയുടെ രൂപം പ്രാപിച്ചാൽ അതെങ്ങനെയിരിക്കുമോ അതാണ് നാരായണ ഗുരുദേവൻ എന്ന് എഴുതി വെച്ചു. അതാണ് ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനം ആശ്രയിക്കുന്നവരെ ശുദ്ധീകരിക്കും. അങ്ങനെയുള്ള ഗുരുവാണ് അന്ന് പോയിരിക്കുന്നത് ജലത്തിലേക്ക്. ഭയപ്പെടേണ്ട കാര്യമില്ല. ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മന്ത്രം മുടക്കുവാൻ പറഞ്ഞു. ആ വീണ്ടും പഞ്ചാക്ഷരി മന്ത്രം ആശങ്കയോടെയാണെങ്കിലും മുടക്കിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും ജലോപരിതലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ വലത് കരത്തിൽ മാറോട് ചേർത്ത് പിടിച്ച ഒരു ശിലാഖണ്ഡവുമായി മുകളിലേക്ക് ഉയർന്നു വന്നു. ഇടതുകരം പായൽ നിറഞ്ഞ ആറയിൽ ഊന്നിക്കൊണ്ട് ഒരു പദചലനം പോലും ഇടറാതെ ഉറച്ച കാൽവെപ്പുകളോടെ തന്റെ അവതാര കൃത്യനിർവഹണം നടത്തുന്നതിന് വേണ്ടി താൻ നേരത്തെ നിശ്ചയിച്ചിരുന്ന പീഠമായി സങ്കല്പിച്ചിരുന്ന പരന്ന പാറയുടെ അടുത്തേക്ക് നടന്നു വന്നു. പാറയുടെ മുമ്പിൽ വന്നപ്പോൾ രണ്ട് കൈകൊണ്ട് ശിലാഖണ്ഡം മാറോട് ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിച്ച ശിലാഖണ്ഡം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും ധ്യാനത്തിൽ അമർന്നു. ധ്യാനത്തിന്റെ ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ ഭഗവാന്റെ യോഗ നയനങ്ങളിൽ നിന്നും അശ്രുകണങ്ങൾ ഇങ്ങനെ കവളുകളെ ചാലിട്ട് കീറിക്കൊണ്ട് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. ഓരോ അശ്രുകണവും ഈ ശിലാഖണ്ഡത്തെ അഭിഷേകം ചെയ്യിച്ചുകൊണ്ടിരുന്നു. ഓരോ അശ്രുകണവും കണ്ണുനീർത്തുള്ളിയും ശിലാഖണ്ഡത്തിലേക്ക് പതിക്കുമ്പോൾ ഈ ശിലാഖണ്ഡം തപിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു, ചൂട് പിടിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 3 മണിയോടടുത്ത സമയം, ഏകദേശം 3 മണിക്കൂർ നിന്ന ധ്യാനത്തിനൊടുവിൽ ഭഗവാൻ ഈ ശിലാഖണ്ഡത്തെ തന്റെ യോഗ നയനങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളി കൊണ്ട് അഭിഷേകം ചെയ്ത ശിലാഖണ്ഡത്തെ ആ പരന്ന പാറയിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ അന്തരീക്ഷത്തിൽ വിദ്യുത്കാന്തിക പ്രസരണം ഉണ്ടാകുകയും ഒരു ശില മറ്റൊരു ശിലയിൽ ഒഴുകിച്ചേരുന്ന അത്ഭുതം സംഭവിക്കുകയും ചെയ്തു. 136 വർഷത്തിന് ശേഷവും ഇന്നും ഇളകാതെ നിൽക്കുന്ന ഒരു പ്രതിഷ്ഠയുണ്ടെങ്കിൽ ലോകത്ത് അരിയപ്പുറം പ്രതിഷ്ഠ മാത്രമാണ്. ഇവിടെയൊക്കെ അല്ലേ നമ്മൾ പോകേണ്ടത്? അതൊരു സാധാരണ തന്റെ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയല്ല. തന്റെ അവതാര കൃത്യനിർവഹണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മസ്വരൂപം ഈ പ്രപഞ്ച ചൈതന്യം തന്നെ പ്രതിഷ്ഠിച്ചതാണ്. അരിയപ്പുറം പ്രതിഷ്ഠിച്ചുകൊണ്ട് കേരള ചരിത്രത്തെ ഭഗവാൻ രണ്ടായി പിളർത്തി. അതിനു മുമ്പുള്ള കേരളമല്ല, പിന്നീട് മലയാളക്കര. തങ്ങളുടെ കയ്യിലും കാലിലും മുതുകിലും വരെയുന്ന അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുവാൻ മലയാളക്കര ഒന്നാകെ കുതറിയാർത്തു. അപകർഷതാബോധത്തിന്റെ കൂട് പൊളിച്ചവർ പുറത്തേക്ക് വന്നു. ഡോക്ടർ പൽപൂരിന്റെ നേതൃത്വത്തിൽ, കുമാരനാശാന്റെ നേതൃത്വത്തിൽ, ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ, സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ, മഹാനായ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ, പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ, മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ, ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ, വക്കം മൗലവിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഉത്പതിഷ്ഠികളായ കേരളത്തിലെ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ കേരള ജനത ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റമാണ് കേരളത്തിൽ നവോത്ഥാനം സൃഷ്ടിച്ചത്. കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ തിരികല്ല് അരിയപ്പുറം പ്രതിഷ്ഠയാണ്. അരിയപ്പുറം പ്രതിഷ്ഠ മനുഷ്യരെ മാത്രമല്ല മോചിപ്പിച്ചത്. സവർണാധിപത്യത്തിന്റെ യജ്ഞയാഗാദികളാലും മന്ത്രതന്ത്രാദികളാലും ഇരുളറഞ്ഞ ശ്രീകോവിലിനുള്ളിൽ, മാറാലമുടിയ ശ്രീകോവിലിനുള്ളിൽ, കടവാമ്പലുകൾ അന്തി ഉറങ്ങുന്ന ശ്രീകോവിലിനുള്ളിൽ തളച്ചിടപ്പെട്ട ദൈവങ്ങളെ തന്നെ ഭഗവാൻ പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു തുറന്ന വികായസിൽ പരന്ന പാറയിലേക്ക് ശ്രീകോവിലില്ല, നനമ്പലമില്ല, ചുറ്റുമതിലില്ല. നമ്മുടെ ശിവനെ പ്രതീക്ഷിച്ചു. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശമില്ലാത്ത ജനതയുടെ മുമ്പിലേക്ക് ഭഗവാൻ ശിവനെ ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിച്ചു. ഭഗവാൻ ശിവന്റെ ദേവത മാത്രമല്ല, ഭാരതത്തിന്റെ ചരിത്രമാണത്. വൈദിക കാലഘട്ടത്തിന് മുമ്പ്, പ്രാഗ്വൈദിക കാലഘട്ടത്തിൽ, സിന്ധു നദീതട സംസ്കാരത്തിന് മുമ്പ് ആദിമ ഭാരതീയരുടെ ആരാധനാ മൂർത്തിയായിരുന്നു ശിവൻ, പശുപതി ശിവൻ. ആ പശുപതി ശിവനെ ചരിത്രത്തിന്റെ അഗാധതയിൽ നിന്നാണ് ഭഗവാൻ വീണ്ടെടുത്ത് നമുക്ക് തന്നത്. ശങ്കരൻകുടിയുടെ ആഴത്തിൽ നിന്നും. അതിന് വലിയ ആഴമുണ്ട്, മാനമുണ്ട് ആ പ്രതിഷ്ഠയ്ക്ക്. അവിടെ ഭഗവാൻ എഴുതി വെച്ചു. പിന്നീട്
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ഭഗവാന്റെ ക്ഷേത്ര സങ്കല്പം അതാണ്. ആ മാതൃകാസ്ഥാനം ഈ ലോകത്ത് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്, ഈ പ്രപഞ്ചത്തെ തന്നെ ക്ഷേത്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. എന്താണ് ക്ഷേത്രമെന്ന് ഭഗവാനോട് കൃഷ്ണനോട് അർജുനൻ ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് ക്ഷേത്രം എന്താണെന്ന്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ വിധീയതേ. അല്ലയോ അർജുന, ആരാധനാലയമാണെന്നാണ് പറഞ്ഞത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ വിധീയതേ. ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ലോകമാകുന്ന ശരീരത്തെ തന്നെ ക്ഷേത്രമാക്കി മാറ്റി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാക്കി മാറ്റുവാനാണ് ഭഗവാൻ അവതാരം ചെയ്തത്. ഭഗവാന്റെ ക്ഷേത്ര സങ്കല്പം അവിടെ വിളംബരം ചെയ്യുകയായിരുന്നു. ഭഗവാൻ സോദരത്തേന വലിയ ആരമുണ്ടവിടെ ആ വാക്യം. ചരിത്രത്തിന്റെ കൂടുവഴികളിലൂടെ ശ്രേഷ്ഠമായി കടന്നു വന്ന ഒരു വാക്കാണത്. ഭഗവാൻ വെറുതെയല്ല ആ വാക്കെടുത്തവിടെ പഠിച്ചിട്ടുള്ളത്. ഒരേ ഉദരത്തിൽ നിന്ന് വന്നവർ, ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി, ഒന്നായ മഹാബോധത്തിൽ നിന്നാണ് വന്നത്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. ഒരേ ഉദരത്തിൽ നിന്നാണ് നമ്മളെല്ലാം വന്നത്. ഒരു മഹാബോധത്തിൽ നിന്നാണ് വന്നത് നമ്മൾ. ആ ബോധത്തിന്റെ ചൈതന്യം നമ്മളിൽ എല്ലാവരും സ്ഫുരിക്കുന്നു. അത് തിരിച്ചറിയുവാൻ ഇടമാണ് സോദരത്തെ വാഴുന്ന ഇടം. യുദ്ധം കൊണ്ട് തകർന്ന റഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട ഒരു കാലം. ഒരുപാട് ആളുകൾ പട്ടിണിയിലേക്ക് ചിതറിത്തെറിച്ചുപോയി. ആ സമയത്ത് ആ തെരുവിലൂടെ മഹാനായ സാഹിത്യകാരൻ ടോൾസ്റ്റോയ് നടന്നു വരുന്നു. അദ്ദേഹം തെരുവിലൂടെ വരുമ്പോൾ ഒരു ഭിക്ഷാടകൻ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് കൈനീട്ടി പ്രതീക്ഷയോടെ. അദ്ദേഹം ഭിക്ഷക്കാരന് കൊടുക്കുവാൻ നാണയത്തൊട്ടിനായി കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് പരതി. ഒരു നാണയത്തൊട്ട് പോലും ഉണ്ടായിരുന്നില്ല. വിഷമത്തോടെ വേദനയോടെ ടോൾസ്റ്റോയ് ഒരു നിമിഷം ആ ഭിക്ഷാടകനെ നോക്കി നിന്നു. പ്രതീക്ഷാനിർഭരമായി നോക്കി നിൽക്കുകയാണ് ഭിക്ഷാടകൻ. കൃഷലാതനായ ഭിക്ഷാടകൻ പെട്ടെന്ന് കുനിഞ്ഞിട്ട് ആ ഭിക്ഷക്കാരനെ മഹാനായ സാഹിത്യകാരൻ തന്റെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തു. എന്നിട്ട് ആ ഭിക്ഷക്കാരനോട് ടോൾസ്റ്റോയ് പറഞ്ഞു, എന്നോട് കോപിക്കരുതേ എൻ്റെ പ്രിയ സഹോദര, നിനക്ക് നൽകുവാൻ എൻ്റെ ഒന്നുമില്ല. പെട്ടെന്ന് പുഞ്ചിരിയോടെ ആ ഭിക്ഷക്കാരൻ ആ മഹാസാഹിത്യകാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ അങ്ങനെ സഹോദര എന്ന് വിളിച്ചത് എനിക്കറിയാം. ആ വാക്കിന്റെ ആഴമതാണ്. ജീൻ വാൽജി എന്ന് പറയുന്ന കഥാപാത്രം ഒരിക്കൽ ബിഷപ്പിന്റെ വിളക്കുകാൽ മുട്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. അദ്ദേഹത്തിന് അഭയം കൊടുക്കാനാണ് ബിഷപ്പ്. പക്ഷെ പട്ടിണിയും ദാരിദ്ര്യമാണ്, മുന്നോട്ട് ജീവിക്കണം. ആ വിളക്കുകാർ കൊണ്ട് വിറ്റാൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ജീൻ വാൽജി അദ്ദേഹത്തിന്റെ അരമനയിൽ നിന്ന് വിളക്കുകാൽ മുട്ടിച്ചുകൊണ്ട് കിടന്നു. പക്ഷെ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ജീൻ വാൽജിനെ പിടിച്ചുകൊണ്ട് ബിഷപ്പിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ വിളക്കുകാരല്ലേ? ബിഷപ്പ് പറഞ്ഞത് ഇവൻ മോഷ്ടിച്ചതാണ്. ബിഷപ്പ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഞാനിവന് കൊടുത്തതാണ്. അങ്ങേക്ക് ഇവനെ അറിയുമോ? അറിയാം. ആരാണെങ്കിലും എൻ്റെ സഹോദരൻ. മോഷ്ടാവായ ജീൻവാൽജിന്റെ കണ്ണിൽ നിന്ന് കൊടുവിടാവുന്ന കണ്ണുനീർ വീണു. അതാണ് ആ വാക്കിന്റെ ആഴം. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിച്ചപ്പോൾ എൻ്റെ സഹോദരി സഹോദരന്മാരെന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ്. ആദർശങ്ങൾ ആരും അറിയാതെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതല്ല, ആ വാക്കാണ് ഭഗവാൻ അവിടെ പ്രതിഷ്ഠിച്ചത്. ശ്രേഷ്ഠമായ സ്വാമി വിവേകാനന്ദൻ 1893 സെപ്റ്റംബർ മാസത്തിൽ കൊളംബിയയിൽ പ്രസംഗിച്ചത് നമുക്കറിയാം. അതിന് 5 വർഷങ്ങൾക്ക് മുമ്പ് ശ്രേഷ്ഠ ഭാരതത്തിന്റെ തെക്കേയറ്റത്തുള്ള മലയാളക്കരയുടെ തെക്കേയറ്റത്തുള്ള അയ്യൂർകുളത്ത് 5 വർഷങ്ങൾക്ക് മുമ്പും അവിടെ എഴുതി വെച്ചു സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെ സംബന്ധിച്ച്. അതിനെക്കുറിച്ച് നമ്മൾ അറിയട്ടെ. അത് നമ്മുടെ അവകാശമല്ലേ? ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളം മാറി മറിയുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾ കൊണ്ട് ചങ്ങലക്കിട്ടിരുന്ന സമൂഹത്തെ, ഇരുട്ടു നിറഞ്ഞ അകവും പുറവും ഇരുട്ടുമായി ഘടനാവികലമായി ജീവിച്ച ഒരു സമൂഹത്തെ അതിനിടയിലേക്ക് ഭഗവാൻ അറിവിന്റെ വെളിച്ചത്തെ വായിച്ചു. ഓരോ പ്രതിഷ്ഠയിലൂടെയും നമുക്കത് വായിച്ചറിയാം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മണ്ണന്തല ദേവീക്ഷേത്രത്തെ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഒരു നമ്പൂതിരി ചെന്നിട്ട് ചോദിച്ചു. അദ്ദേഹം കുളിച്ചും ഗണിച്ചും എല്ലാം നോക്കിയിട്ട് അന്നേരം ഒരു മുഹൂർത്തം കാണുന്നില്ല. ഏത് രാശിയിലാണ് പ്രതിഷ്ഠയെന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, അടി അളന്നു നോക്കിയില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പിടികിട്ടില്ല, നമുക്കും പിടികിട്ടത്തില്ലായിരിക്കും. ഭഗവാൻ പറഞ്ഞു, അടി അളന്നു നോക്കിയില്ല.
കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടല്ലേ ജാതകം എഴുതുക, പ്രതിഷ്ഠ കഴിഞ്ഞ് മുഹൂർത്തം നോക്കി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. വിശ്വാസം വേണം. അന്ധവിശ്വാസത്തിന്റെ പുറകെ നമ്മൾ പായരുത്. നമ്മൾ എവിടെയൊക്കെ പോകുന്നത്? ജീവിതത്തിൽ ആർക്കാ പ്രശ്നമില്ലാത്തത്? ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം തന്നെ നമ്മൾ പലയിടത്തോട്ട് ഓടരുത്. ഇവിടെ അഭയം പ്രാപിക്കും. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. നമ്മൾ പ്രശ്നക്കാരനിടയ്ക്ക് ചെല്ലുമ്പോൾ അവർക്കറിയാം നമ്മൾ പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അവിടുന്ന് പ്രശ്നം രൂക്ഷമാകുക. പിന്നെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ പായും. എവിടെയും നമ്മുടെ പ്രശ്നം അവസാനിക്കില്ല. നിങ്ങൾ ഇവിടെ ചേർന്ന് ഇപ്പോൾ സുധാനം ശുദ്ധീകരരെ ആശ്രയിക്കുന്നവരെ ശുദ്ധീകരിച്ചുയർത്തും. കുമാരനാശാൻ അതിന് ഉദാഹരണമല്ലേ? വളരെ നന്നായി ചെറുപ്രായത്തിൽ കുമാരനാശാനെ കാണാൻ വീട്ടിലെത്തുന്നത്. അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ട് കുമാരൻ്റെ അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ച് ഗുരുവെത്തിയതാണ്. പിന്നീട് കാണുന്ന കോലത്തുകരയിൽ വെച്ചാണ്. കോലത്തുകര ക്ഷേത്രത്തിൽ വെച്ച് വീണ്ടും കാണുന്ന സമയത്ത് ഒരു സുഹൃത്തിനെ കൂടെ കരുതിയിരുന്നു കുമാരൻ. കുമാരൻ നന്നായി ചെറുപ്പമാണ്. അപ്പോൾ കവിത എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഗുരുവിനോട് താൻ കവിത എഴുതുമെന്നൊന്ന് പറയണം. അപ്പോൾ ഞാൻ എഴുതുന്ന കവിത ഞാൻ കവിയാണെന്ന് പറഞ്ഞത് ശരിയല്ല, സങ്കോചമുണ്ട്. അതിന് സുഹൃത്തിനെ കൂടെ കരുതി നീ പറയണം ഗുരുവിനോട് ഞാൻ കവിതയ്ക്ക് എഴുതുന്നു. കൂടെയുള്ള സഹപാഠി അവിടെ ചെന്ന് സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, കുമാരൻ കവിതയൊക്കെ എഴുതും കേട്ടോ. ആഹാ, അങ്ങനെയോ? എങ്കിൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പേപ്പറൊക്കെ നിർത്തി എഴുതി വെച്ചിരുന്ന കവിത വായിച്ചു കേൾപ്പിച്ചു. സന്തോഷത്തോടെ ഗുരു കേട്ടു. അതിനുശേഷം പറഞ്ഞു ശൃംഗാര കവിത എഴുതുന്നു. പെട്ടെന്ന് മാനനായി കുമാരൻ. അത് കുമാരനാശാനോട് കുമാരനോട് പറഞ്ഞൊരു വാക്കല്ല. മലയാള സാഹിത്യ മേഖല അന്ന് ആ നിലയിൽ അതപ്പതിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിലെ സുവർണമായ ഒരു കാലഘട്ടത്തിന് ശേഷം, പുഷ്കലമായ ഒരു കാലഘട്ടത്തിന് ശേഷം, ചെറുശ്ശേരിയുടെയും എഴുത്തച്ഛൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് താഴേക്ക് വന്നിട്ട് ശൃംഗാര കവിതയിലേക്ക് ചെളിക്കുണ്ടിലേക്ക് അത് ആണ്ടുപോയിരുന്ന ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരനായ കുമാരകവി അന്ന് എഴുതി തുടങ്ങിയത് അങ്ങനെയാണ്. അത് മലയാള സാഹിത്യത്തിലുള്ള ഉപദേശമാണ്. ഗുരുവായൂരെ തട്ടിക്ക് വിടില്ല. പെട്ടെന്ന് തന്നെ തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, സമസ്യാപൂരണം അറിയാമോ? പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. കോലത്തുകര കുടികൊണ്ടരുളും വാലപ്പറ ചൂടിയ വാരുധിയെ എന്ന് ഗുരുദേവൻ ചൊല്ലി. എന്നിട്ട് മൗനമായി മന്ദരസിച്ചുകൊണ്ട് കുമാരന്റെ നേരെ നോക്കിയിട്ട് പൂരിപ്പിക്കാൻ പറഞ്ഞു. ഒന്ന് തലയാട്ടി. കുമാരൻ പറഞ്ഞു, കാലൻ കരിവറ്റ് കുടിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുത്. ആരാണ് കോലത്തുകര കുടികൊണ്ടരുളും അരുളുന്ന ബാലപ്പുറ ചൂടിയ വാരുധി? ബാലപ്പുറ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അല്ലേ? ബാലപ്പുറ എന്ന് പറയണ്ട, ചന്ദ്രൻ. ചന്ദ്രനെ മുടിയിൽ ചൂടിയിരിക്കുന്നവൻ ആരാണ്? ശിവനാണ് അല്ലെ? കാലന്റെയും കാലനാണ്. അപ്പൊ അതിന് ചേരുന്ന വിധത്തിൽ കുമാരൻ പൂരിപ്പിച്ചു, കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുത്. പക്ഷെ ആരംഭിക്കുന്ന വാക്കായിപ്പോയി. കാലൻ കനിവില്ലാതെ തന്റെ സൗവർണ ശോഭ കാവ്യമേഖലയിലും സാംസ്കാരിക മേഖലയിലും സംഘടനാ രംഗത്തും പ്രഭ വിടർത്തി നിൽക്കുന്ന സമയത്ത് തന്നെ 50 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായത്തിൽ തന്നെ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുമാരനെ അധീമ പുറത്തുതന്നെ കൊണ്ടുപോയി കടന്നു. പക്ഷെ നമ്മൾ വിഷമിക്കേണ്ട. ഒരു സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ, സാംസ്കാരിക നായകൻ എന്നുള്ള നിലയിൽ, കവി എന്നുള്ള നിലയിൽ, മഹാകവി എന്നുള്ള നിലയിൽ ഒരു പുരുഷായുസ്സിൽ ഒരു മനുഷ്യന് ചെയ്തു തീർക്കാവുന്നതിനപ്പുറം ചെയ്തിട്ടാണ് കുമാരൻ തുടങ്ങിപ്പോയത്. അരിപ്പുറത്ത് വെച്ചാണ് വീണ്ടും കാണുന്നത്. അരിപ്പുറത്ത് കുമാരൻ എത്തുമ്പോൾ ആ പാറയുടെ മുകളിൽ ഗുരുദേവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ആ ദൃശ്യം മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നളിനിയിൽ അത് പറയുന്നത്. ധ്യാനശീലനവനൻ നദിക്കഥ സ്ഥാനമാർന്ന് തടശോഭ നോക്കിനാണ് വാനിൽ നിന്ന് നിജ നീളമാർദ്ദലും കാനനം കഥ യുവാവ് പോലെ. അങ്ങ് അതിന്റെ ഉയരത്തിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ യുവാവായ ഒരു പക്ഷിയെ പോലെ, ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു പക്ഷിയെ പോലെ ഭഗവാൻ ഇങ്ങനെ നോക്കുകയാണ്. ഇത്ര ധന്യത തിളങ്ങഞ്ഞു കാണുന്നതിൽ അത്ര നൂനമൊരു സർവഭൗമയും. പാലിലില്ല ഭയം എന്നും ഏറെയുണ്ട് ആരിലും കരുണ എന്നും ഏതിനും പോരുമെന്നും അരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തിയാരവൻ. ഇത്ര ധന്യത തികഞ്ഞു കാണുന്നതിൽ അത്ര നൂനമൊരു സാർവഭൗമയിൽ. ചിത്തമാം വലിയ വൈരികീടമർന്ന് അത്തതീർന്ന യമിതന്ന ഭാഗ്യവാൻ. ഗുരുവിനെ മനസ്സിൽ ആവാഹിച്ചെടുത്ത് എഴുതിയ വരികളാണ്. കുമാരു ഗുരുദേവന്റെ ഒരു പ്രത്യേകത, ഭഗവാൻ തൻ്റെ കൂടെ വന്നു ചേരുന്നവരെ ആശ്രമത്തിൽ തന്നോടൊപ്പം കഴിഞ്ഞുകൂടി അടിഞ്ഞുകൂടാൻ അനുവദിച്ചിരുന്നില്ല. ഇവരെയൊക്കെ സമൂഹത്തിന്റെ ഏത് മേഖലയിലാണ് ഒന്ന് ഉപയോഗിക്കേണ്ടത് ആ മേഖലയിൽ നേതൃത്വം കൊടുക്കുവാൻ പ്രാപ്തരാക്കി മാറ്റുന്ന വിധത്തിൽ അവരുടെ കഴിവുകൾ വിനിയോഗിക്കാൻ ഈ തരത്തിലുള്ള വിദ്യാഭ്യാസം ഭഗവാൻ കൊടുത്തു. ഭഗവാൻ തൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് സഹായിച്ചതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു. അത് നമുക്ക് മാതൃകയാകുവാൻ വേണ്ടിയാണ്. ഒരു ദിവസം കുമാരനാശാനോട് പറഞ്ഞു, കുമാരൻ നമുക്കൊരു യാത്ര പുറപ്പെടണം. ഗുരു പറഞ്ഞാൽ പിന്നെ അപ്പുറത്തില്ല.
അടുത്ത ദിവസം ട്രങ്ക് പെട്ടി, അന്നത്തെ പഴയ പെട്ടി, അതിലേക്ക് തൻ്റെ വസ്ത്രങ്ങളിൽ അടച്ച് എടുത്തു വെച്ചിട്ട് ഗുരുവിനോടൊപ്പം യാത്രയായി. ആ യാത്ര അവസാനിക്കുന്ന ബാംഗ്ലൂർ വീടിൻ്റെ മുമ്പിലാണ്. ബാംഗ്ലൂർ വീടിൻ്റെ മുമ്പിൽ ഗുരുദേവൻ മുട്ടി വിളിച്ചു. ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്ന് കടന്നു വരുന്നു ഡോക്ടർ പൽപു, മഹാനായ ഡോക്ടർ പൽപു. ഡോക്ടറെ കയ്യിലേക്ക് കുമാരൻ്റെ കൈ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ അന്ന് പറഞ്ഞില്ലേ ആദ്യത്തെ ആളിതാ. എന്താ ആദ്യത്തെ ആളെന്ന് പറയാൻ കാര്യം? മഹാനായ ഡോക്ടർ പൽപു വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി, വൈദ്യശാസ്ത്ര ബിരുദം നേടുന്നതിന് വേണ്ടി തിരുവാങ്കൂറിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സമീപിച്ചപ്പോൾ ഈഴവർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച പ്രവേശനം. മദ്രാസിൽ പോയി ഡോക്ടർ ബിരുദം നേടി, വൈദ്യശാസ്ത്രങ്ങളുടെ ബിരുദം നേടി തിരിച്ചു വന്നു. ജോലിക്ക് അപേക്ഷിച്ചപ്പോഴും ഇത് തന്നെ മറുപടി. കുലത്തൊഴിൽ ചെയ്യാൻ വേണ്ട സഹായം ചെയ്യാന്നുള്ള മറുപടി. മലയാളി മെമ്മോറിയലിലും ഈഴവ മെമ്മോറിയലിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് അപേക്ഷ കൊടുത്തു. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ആ അപേക്ഷയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്: മലബാറിൽ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്, അവിടെ ഈഴവർക്ക് വിദ്യാഭ്യാസമുള്ള ഈഴവർക്ക് സബ് കളക്ടർ പദവി വരെ ജോലിയുണ്ട്. എന്നാൽ ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുന്ന കൊച്ചിയിലും തിരുവിതാംകൂറിലും ഹിന്ദുക്കളായ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് ജോലി നൽകുന്നില്ല. അതുകൊണ്ട് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് 5 രൂപ ശമ്പളമുള്ള ജോലിയെങ്കിലും കൊടുക്കണം. ജോലി നിഷേധിച്ചു. ഡോക്ടർ പൽപു മുട്ടുമടക്കിയില്ല, നട്ടല് വളച്ചില്ല. മദ്രാസിൽ പോയി ജോലി സമ്പാദിച്ചു. അതിനുശേഷം ബാംഗ്ലൂരിൽ പോയി ജോലി സമ്പാദിച്ചു. അതിനുശേഷം ഉന്നത ബിരുദത്തിനായി ഇംഗ്ലണ്ടിൽ പോയി വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദം നേടി തിരിച്ചു വന്നു. അവിടെ ഡോക്ടർ വീണ്ടും തിരിച്ചു വന്നപ്പോൾ അവിടെ ഉന്നതമായ ഉദ്യോഗങ്ങൾ വഹിച്ചുകൊണ്ടിരുന്നു. ആ വഹിച്ച സമയത്തിന് അദ്ദേഹത്തിന് 1000-ന് മുകളിൽ ശമ്പളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം 1250 രൂപയോളം ശമ്പളം ഉള്ളപ്പോൾ ഡോക്ടർ പൽപു കേരളത്തിലെത്തിയപ്പോൾ ഗുരുദേവനോട് പറഞ്ഞു, ഗുരുസ്വാമി, എനിക്ക് ഇത്ര രൂപ ശമ്പളമുണ്ട്. പാവപ്പെട്ടവരായ പഠിക്കാൻ മിടുക്കരായ ആളുകൾ അങ്ങ് കണ്ടെത്തി തരികയാണെങ്കിൽ എന്റെ നിത്യനിദാന ചെലവുകളൊന്ന് മാറ്റി വെച്ചിട്ട് അവരെ സഹായിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഗുരുദേവൻ ആ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഡോക്ടറെ അങ്ങെന്ന് പറഞ്ഞില്ലേ ആദ്യത്തെ ആളിതാന്ന് പറഞ്ഞ് ചേർത്ത് വെച്ചത്. അവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുത്ത് കുമാരിനെ പഠിപ്പിച്ചു. പ്ലേഗ് രോഗം അവിടെ മരണം നൃത്തം ചവിട്ടിയ സമയത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ മരണത്തിന് കീഴ്പ്പെടുന്ന സമയത്ത് ചുറ്റുമുള്ള ഡോക്ടർമാരൊക്കെ അവധിയെടുത്ത് നാട്ടിലേക്കും പലയിടത്തേക്കും പലായനം ചെയ്തപ്പോൾ മരണപത്രം എഴുതി കൊടുത്തുകൊണ്ട് അവരുടെ ആതുര ശുശ്രൂഷ രംഗത്ത് സുത്യർഹമായ സേവനം, മരണത്തെ പോലും ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് നടത്തിയ ആ സേവനം, അതിനിടയിൽ ഗുരു തന്റെ കയ്യിൽ ചേർത്ത് വെച്ച് കുമാരിനെ ഡോക്ടർ പൽപു മറന്നില്ല. അവന്റെ ജീവനൊരു അപകടവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുമാരിനെ കൽക്കത്തയിലേക്ക് അയച്ചു. അതൊരു അവസരമായി കുമാരിനെ ലോക സാഹിത്യവുമായി ഇടപെടുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഉന്നതി നേടി തിരിച്ചറിവുപുറത്തെത്തി 1903 SNDP യോഗത്തിന്റെ ആദ്യത്തെ സംഘടനാ സെക്രട്ടറിയായി ഗുരുദേവൻ കുമാരനെ നിയോഗിച്ചു. സംഘാര കവിത എഴുതി നടന്ന കുമാരു പിന്നീട് എന്തൊക്കെയാണ്? വീണപൂവ്, നളിനി, തീല, ചണ്ടാലഭിഷകി, ചിന്താഭിഷ്ടയായ സീത തുടങ്ങിയ ശ്രേഷ്ഠമായ കൃതികൾ. വീണപൂവ് എന്ന് പറയുന്ന ഒരൊറ്റ കൃതി കൊണ്ട് കേരള സാഹിത്യ ചക്രവാളത്തെ ലോക സാഹിത്യത്തോളം ഉയർത്തിയ കുമാരനാശാൻ. ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂപിതസ്ഥിര അസംശയം ഇന്നു നിന്റെ രാഘോതി എന്നും ഇന്ന് 2 കിടത്തിലോട്ടാണ് ലാളിച്ചു പെറ്റലത അൻപുള്ള ശൈശവത്തിൽ പാലിച്ചു പല്ലവ കുടങ്ങളിൽ വെച്ചു നിന്നെ ആലോല വായു ചെറു തൊട്ടില് മാറ്റി കാരാക്കാര ലാഭമാകുന്ന മലരയുടെ ഉത്തരമാകുന്നു. വീണ് കിടക്കുന്ന പൂവ് ഉറുമ്പുകളൊക്കെ അരിച്ചു. അതിന്റെ അവസാനത്തെ സുഗന്ധവും വായു കവർന്നെടുത്തു കൊണ്ടുപോയി കഴിഞ്ഞു. അങ്ങനെ ഒരു പൂവിനെ മുന്നിൽ നിർത്തിയിട്ടാണ് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി ലോക നിലവാരത്തിലുള്ള ശ്രേഷ്ഠമായ കൃതി ഭഗവാൻ കുമാരനാശാൻ കൈരളിക്ക് നൽകിയത്. നിങ്ങൾ സ്ത്രീകൾ ഒരിക്കലും കുമാരനാശാനെ മറക്കരുത്. സ്ത്രീകളെ ഇത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച മറ്റൊരു കവിയില്ല. ഇന്നൊക്കെ ഒരുപാട് സ്ത്രീപക്ഷ എഴുത്തുകാരുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, സ്ത്രീകളെ മറക്കുടയ്ക്കുള്ളിൽ നരകമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ, ഉയർന്ന ജാതിയിൽ പോലും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീയുടെ വ്യക്തിത്വത്തിന് വേണ്ടി കുമാരനാശാൻ വാദിച്ചത്. ചിന്താഭിഷ്ടയായ സീതയിൽ രാവണനിൽ നിന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ യുദ്ധത്തിലൂടെ സീതയെ വീണ്ടെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാജഭരണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സീതാദേവി ഒരിക്കൽ പറഞ്ഞു,
അല്ലയോ രാജൻ, അങ്ങ് ഭരണത്തിൽ വ്യാപൃതനായിരിക്കുമ്പോൾ പണ്ട് നമ്മൾ കാട്ടിൽ ജീവിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? മൃഗങ്ങളോടൊപ്പം ജീവിച്ചപ്പോൾ നമ്മൾ തമ്മിൽ എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു ആഘോഷമായിരുന്നു നമ്മുടെ ജീവിതം. ഇനി സമയം കിട്ടുമ്പോൾ എന്നെ ഒരിക്കൽ കൂടി അവിടേക്ക് കൊണ്ടുപോകണമെന്ന് രാമനോട് അഭ്യർത്ഥിക്കുന്നു. പാവം സീത 2 കുട്ടികളെ ഉദരത്തിൽ കിടന്ന സീതയെ രഥത്തിലേക്ക് ലക്ഷ്മണനോടൊപ്പം കാട്ടിലേക്ക് വിടുമ്പോൾ സീതാദേവി അറിഞ്ഞില്ല തന്നെ ഉപേക്ഷിക്കാൻ കൊണ്ടുപോവുകയാണ്. തന്റെ അഭ്യർത്ഥന മാനിച്ച് രാജാവ് ശ്രീരാമചന്ദ്രൻ തന്റെ ഭർത്താവ് സീതാദേവിയെ കാട്ടിലേക്ക് കൊണ്ടുപോയത് ടൂർ പോകാമെന്നാണ് വിചാരിച്ചത്. കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോകണം. ഒരുപാട് യാത്ര ചെയ്തു, രഥം സഞ്ചരിച്ചു, കാടിന്റെ മധ്യത്തിലെത്തിയ സമയത്ത് ഒരു തടാകത്തിന്റെ കരയിലെത്തിയപ്പോൾ തടാകക്കരയ്ക്കടുത്തെന്ന സീതാദേവി അതിലൂടെ രഥം പോകുമ്പോൾ പറഞ്ഞു, അനുജ ലക്ഷ്മണ, ഞാൻ വളരെ ക്ഷീണിതയാണ്, ആ തടാകക്കരയിൽ ഒന്ന് നിർത്തു, ഞാനൊന്ന് മുഖം കെട്ടിയെന്ന് പറഞ്ഞു വരട്ടെന്ന് പറഞ്ഞു. രഥം അവിടെ നിർത്തി. സീതാദേവി തടാകക്കരയിലേക്ക് ഇറങ്ങി മുഖം കെട്ടി ഉന്മേഷവതിയായി മുകളിലേക്ക് നടന്നു നോക്കുമ്പോഴേക്കും രഥം ചലിച്ചു തുടങ്ങിയിരുന്നു. 2 കുട്ടികളെ ഉദരത്തിൽ പേർന്ന ഭാരവുമായി സീതാദേവി മുകളിലേക്ക് പണിപ്പെട്ട് കടന്നു വന്ന് പുറകെ വിളിച്ചു പറഞ്ഞു, അനുജ ലക്ഷ്മണ, ഞാൻ രഥത്തിൽ കയറിയില്ല എന്നുള്ളത് നീ അറിഞ്ഞില്ലയോ? രഥചക്രങ്ങൾ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. നിറകണ്ണുകളോടെ ലക്ഷ്മണൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, ജ്യേഷ്ഠത്തിയെ ഇവിടെ ഉപേക്ഷിച്ചു വരുവാനാണ് ജ്യേഷ്ഠൻ പറഞ്ഞത്. തകർന്നുപോയ സീതയോടൊപ്പം ത്രേതായുഗത്തിലെ വാൽമീകി നിൽക്കുന്നതിനേക്കാൾ ശക്തമായി കുമാരനാശാൻ നിൽക്കുന്നു. ആ പടുരാക്ഷസ ചക്രവർത്തി എന്റെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്നുള്ള ഉജ്ജ്വലമായ ചോദ്യം രാമന്റെ ഹൃദയത്തിൽ തറയ്ക്കുമാറ് വേഗത്തിൽ കുമാരനാശാൻ സീതാദേവിയെ കൊണ്ട് ചോദിപ്പിക്കുന്നു. ആ പടുരാക്ഷസ ചക്രവർത്തി എന്റെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? ഇന്ന് നമ്മുടെ 3 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ചോദിക്കുന്നു. ഇത് ഓരോ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീയും ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുമാരനാശാന് ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി? യുഗത്തിലെ വാൽമീകി കിട്ടാത്ത ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി? അത് തന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയതാണ്. ആശയ ഗാംഭീര്യം കുമാരന് കിട്ടിയത് തന്റെ ഗുരുവിൽ നിന്നാണ്. വിദ്യാഭ്യാസം ചെയ്യുവാൻ കയ്യിൽ നിന്ന് പണം കൊടുത്തും ഹോസ്റ്റൽ സൗകര്യം പോലെ ഡോക്ടർ പൽപുവിന്റെ അടുക്കൽ നിർത്തിയും ഒക്കെ തന്നെ സഹായിച്ചത് പ്രൗഢഗംഭീരനായ ഒരു മഹാകവിയെ, ഒരു സംഘടനാ നേതാവിനെ കയ്യിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയാണ്. തുടർന്ന് പഠിക്കുവാൻ മാർഗമില്ല എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഗുരുവിന്റെ അടുക്കൽ ചെന്നു സഹായം ചോദിച്ചുകൊണ്ട്. ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ഒരു കത്ത് കൊടുത്തു ശ്രീനാരായണ ഗുരുദേവൻ. ആ കത്ത് കുമാരനാശാനുള്ളതാണ്. അന്ന് കുമാരനാശാൻ SNDP യോഗത്തിന്റെ സെക്രട്ടറിയാണ്. ഈ വരുന്ന ചെറുപ്പക്കാരന് നമുക്ക് യോഗത്തിൽ നിന്നും വരുവാനുള്ള 100 രൂപ കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ കുമാരനാശാൻ കൊടുക്കും. പക്ഷെ അതിൻ്റെ താഴെ വീണ്ടും എഴുതി വെച്ചത് ധനം വിദ്യയാകും, ആരും വിദ്യ സാമൂഹ്യ സേവനമാകും. ധനം വിദ്യയാകും, വിദ്യ സാമൂഹ്യ സേവനമാകും. അത് നമുക്ക് വേണ്ടിയുള്ള വാക്കാണ്. സഹായം ചോദിച്ചു വന്ന ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് സഹായഹസ്തം നീട്ടിക്കൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയെ, കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയെ, കേരളം കണ്ട SNDP യോഗത്തിന്റെ ഏറ്റവും വലിയ സംഘടനാ നേതാവിനെ, കേരളം കണ്ട ഏറ്റവും വലിയ ഉത്പതിഷ്ഠുവിനെ, കേരളം കണ്ട ഏറ്റവും മഹാനായ യുക്തിവാദിയെ സൃഷ്ടിച്ചു സഹോദരൻ അയ്യപ്പനിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ. ഡോക്ടർ പൽപുവിന്റെ മകനായ നടരാജന് പഠിക്കുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിദേശത്ത് പോയി പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഡോക്ടർ പൽപു ഇംഗ്ലണ്ടിൽ പോയാണ് വൈദ്യശാസ്ത്രത്തിന്റെ ഉന്നത ബിരുദം നേടിയത്. മകൻ അവിടെ പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും ഗുരുദേവനാണ് പറയുന്നത്, ഗുരുദേവന്റെ ദീർഘദർശനം ആലോചിച്ചു നോക്കുക, നീ ഇംഗ്ലണ്ടിൽ പോകണ്ട, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളാണ് ഇംഗ്ലണ്ടെങ്കിലും അതൊരു ദ്വീപാണ്. ലോക സംസ്കാരം വിളയാടുന്നത് ഫ്രാൻസിലാണ്, അതുകൊണ്ട് നീ ഫ്രാൻസിൽ പോയി പഠിക്കണമോ? അങ്ങനെ ഫ്രാൻസിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ഗുരുദേവൻ 2000 രൂപ, അന്നത്തെ 2000 രൂപ, ഇന്നത്ര ലക്ഷം രൂപയാണെന്ന് ആലോചിച്ചുകൊള്ളുക, അന്നത്തെ 2000 രൂപ എടുത്തു കൊടുത്തു. എന്നാണ് മടങ്ങുക എന്ന് ചോദിച്ചത്. 8 മാസമെന്ന് പറഞ്ഞു. ഗുരു പ്രതിവചിച്ചു 4 മാസം. അതൊരു മന്ത്രണമായിരുന്നു. നടരാജൻ അന്ന് പിടികിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ്. 8 മാസമായപ്പോൾ മഹാഗുരുവിൻ്റെ മഹാസം, 4 മാസമായപ്പോൾ മഹാഗുരുവിൻ്റെ മഹാസമായി. 8 മാസമെന്ന് നടരാജൻ പറഞ്ഞപ്പോൾ 4 മാസമെന്ന് മന്ത്രിച്ചതിൻ്റെ അർത്ഥം ആ നടരാജൻ പിടികിട്ടില്ല. നടരാജൻ പോയി അവിടെ ട്രിപ്പിൾ ഓണേഴ്സോടെ സെർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ട്രിപ്പിൾ ഓണേഴ്സോടെ ഡോക്ടറേറ്റ് ബിരുദം നേടി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു
യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ലാത്ത ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ 50-ലേറെ ഡോക്ടറേറ്റുകളുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, റഷ്യയിലും കാനഡയിലും എല്ലാമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും അതിൽ ആദ്യത്തെ ഡോക്ടറേറ്റ് ആത്മോപദേശ ശതകത്തിലെ 4 പദ്യങ്ങളുടെ അർത്ഥം അനാവരണം ചെയ്തുകൊണ്ടാണ് ആ ഡോക്ടറേറ്റിനുള്ള അടിത്തറയിട്ടത് മഹാരാജൻ. ഗുരുവിനോട് ചേർന്ന് നിന്നാൽ സുധാനാം ശ്രുതികേതവേ ഇന്ന് ക്രിസ്തീയ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ തിയഡോഷ്യസ് അദ്ദേഹം കാനഡയിൽ പോയി ബിരുദം നേടിയത് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ നടത്തിയ പരിവർത്തനത്തെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ PhD നേടിയാണ് ഡോക്ടറായത്. അങ്ങനെ വിവിധ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ച് പഠിച്ച് PhD ബിരുദങ്ങൾ നേടിയവരുന്നു. അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഗുരുദേവന്റെ ദാർശനിക കൃതികൾ പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നു. ഗുരുദേവന്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടില്ല. ആശ്രയിക്കുന്നവരെ ശുദ്ധീകരിച്ചുയർത്തും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു തന്നിട്ടൊടുവിൽ ഭഗവാൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടി പരിവരുത്ത ശിലയിൽ നിന്ന് കണ്ണാടിയിലേക്കുള്ള പരിവർത്തനം, അതിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് നമുക്കിന്നും തലപൊളിഞ്ഞ് ആലോചിച്ചാലും പല വാദകോലാഹലങ്ങളാണ് കാണുന്നത്. കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നിന്റെ പ്രതിബന്ധത്തെ നീ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിന്റെ സന്ദേശം എന്ന് ചിലർ പറയുന്നു. കണ്ണാടിയിൽ ഓംകാരം എഴുതിയിട്ടുണ്ട്, ഓം എഴുതിയിട്ടുണ്ട്. ആ ഓംകാരത്തിന്റെ അർത്ഥം പ്രണവമന്ത്രം, അതാണ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം മറ്റൊരു തരത്തിലാണ്. വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. ഭഗവാൻ പക്ഷേ ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ് നമുക്ക് നൽകിയത്. അയ്യൂപ്പുറത്തു നിന്ന് തുടങ്ങിയ ക്ഷേത്ര പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഇങ്ങനെ വളർന്നു വന്ന് അത് പിന്നീട് ദീപപ്രതിഷ്ഠയിലേക്ക് എത്തുന്നു. സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന 4 വാക്കുകൾ പ്രതിഷ്ഠ നടത്തുന്ന ഒരു പലകയിൽ എഴുതി, ഒരു ദീപത്തിന്റെ പുറകിൽ ഒരു പലകയിൽ എഴുതി സത്യം, ധർമ്മം, ദയ, ശാന്തി. ഇന്ന് സനാതന ധർമ്മത്തെക്കുറിച്ച് കരുതുക വലിയ കോലാഹലം നടക്കുകയാണ്. സനാതന ധർമ്മമല്ല, സനാതനമായ മൂല്യമാണ് വേണ്ടത്. ആ മൂല്യത്തെയാണ് ഭഗവാൻ അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. സത്യം വേണം, ധർമ്മം വേണം, ദയ വേണം, ശാന്തി ഉണ്ടാവണം. എങ്കിലേ ശാന്തി ഉണ്ടാകും. ഈ പ്രപഞ്ചം ധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ധർമ്മമല്ലാത്തതൊന്നും നിലനിൽക്കില്ല. ഭഗവാന്റെ വാണിയുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. ഭാര്യയിൽ ധർമ്മം ഉയർത്തുവാൻ എതുപോലെ പണ്ടെന്ന പോൽ ഈരവന്മാരിൽ സ്വാമി പറഞ്ഞ മാസം അതിലാണ് ഇവർക്ക് ഓണോത്സവം എന്ന് മഹാകവി വള്ളത്തോൾ പാടുന്നു. ആ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനായിട്ടാണ് ഭഗവാൻ ഈ ക്ഷേത്രപ്രതിഷ്ഠ എല്ലാം നമുക്ക് തന്നത്. അറിവിന്റെ ദേവതയായ ശാരദയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച് നമുക്ക് തന്നു. സാധാരണ വീണയാണ് സരസ്വതിയുടെ കയ്യിൽ. ഭഗവാൻ അത് മാറ്റി പുസ്തകം തന്നു. അറിവിലേക്ക് ഉണരുവാൻ വേണ്ടി ക്ഷേത്രപ്രതിഷ്ഠയിലൂടെ നമ്മൾ ഭക്തിയുടെ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുവാനുള്ള മാർഗനിർദ്ദേശം ഭഗവാൻ നൽകി. ഇതെല്ലാം നമുക്ക് നൽകിയതിനാൽ ചതയദിനത്തിലും മഹാസമാധിനത്തിലും നമ്മൾ ആചരിക്കുകയും കമാനങ്ങൾ ഉയർത്തുകയും പതാക ഉയർത്തുകയും ചെയ്തുകൊണ്ട് ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഗുരുദേവന്റെ ധർമ്മം ജയിക്കില്ല. മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കണം. നമ്മളത് ജീവിതത്തിൽ അനുവർത്തിച്ച് ചുറ്റും പ്രസരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചുറ്റുപാടുള്ളവരോട് അനുകമ്പയോടെ സ്നേഹത്തോടെ ഭഗവാൻ നമ്മളോട് എങ്ങനെയാണോ അനുകമ്പാപൂർവം പെരുമാറിയത് അങ്ങനെ അനുകമ്പാപൂർവം നമ്മുടെ ചുറ്റുപാട് പ്രസരിപ്പിക്കുവാൻ നമ്മുടെ വീടിനുള്ളിൽ തന്നെ പല രോഗങ്ങളിലായി ചെറിയപ്പോവുകയാണ്. നമ്മൾ നമ്മുടെ സഹോദരന്മാരെ മാതാപിതാക്കളെ ചേർത്ത് വെക്കണം. ഒന്നിന്റെ കഥകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പുനലൂർ സോമരാജ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ഗാന്ധി ഭവൻ എന്നാണ് എൻ്റെ പേര്. അവിടെ പ്രായമായ ജീവിക്കാൻ മാർഗമില്ലാത്ത അച്ഛനമ്മമാരെ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള അച്ഛനമ്മമാർ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഇടമാണ്. ആ ഗാന്ധി ഭവനിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് വസ്ത്രങ്ങളുമായിട്ട് ഒരു വൃദ്ധൻ ഒരു ദിവസം കടന്നിരുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞ് എന്നെ ഇവിടെ ചേർക്കണമെന്ന് സോമരാജൻ ചേർന്നാണെന്നെ അറിയാം. അതായത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല ചേട്ടനെ പോലുള്ള ആളുകളെ ചേർക്കേണ്ട സ്ഥലമല്ല, ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടതാണ്. അദ്ദേഹം പെട്ടെന്ന് വിഷമിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളിവിടെ എന്നെ ചേർക്കുന്നില്ലെങ്കിൽ ഞാൻ അകത്ത് കാണുന്ന പുഴയിൽ ചാടി ആത്മഹത്യ എന്ന് പറഞ്ഞ് പെട്ടെന്ന് താഴേക്ക് നടന്നു. സോമരാജൻ ചേട്ടൻ പെട്ടെന്ന് പുറകെ ചെന്നു. പിടിച്ചു നടത്തുമെന്ന് എത്തി. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു തയ്യൽത്തൊഴിലാളിയായി, പിന്നീട് ഒരു ജൗളിക്കട തുടങ്ങി, പിന്നീട് അത് ടെക്സ്റ്റൈലായി മാറി വലിയ വ്യവസായ സംരംഭത്തിൻ്റെ ഉടമയായി തൻ്റെ അധ്വാനം കൊണ്ട്
വലിയ വീട് വെച്ചു. വലിയ വീടാണ്, മുകളിൽ നിലകളുണ്ട്. താഴെയാണ് അദ്ദേഹം കഴിയുന്നത്. ഒരു ദിവസം തൻ്റെ കൊച്ചുമകളോടൊപ്പം കൂടെ പഠിക്കുന്ന കുട്ടികൾ ആ വീട്ടിലെത്തി. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനായി ഈ മനുഷ്യൻ തൻ്റെ മുറിയിൽ നിന്ന്, പ്രായമായ മനുഷ്യൻ ഇറങ്ങി പുറത്തേക്ക് വന്നു. അവർ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അറിയാതെ ചുമച്ചുപോയി. ചുമച്ച സമയത്ത് അല്പം മൂത്രം പുറത്തേക്ക് പോയി. പ്രായമായവരല്ലേ, ഈ അവസ്ഥയിലൂടെ നമ്മളെല്ലാം കടന്നു പോകും. ഒരുപാട് ഉപയോഗിച്ച ഉപകരണങ്ങളാണ്. യന്ത്രങ്ങൾക്ക് പോലും തീരുമാനമുണ്ടാകും. നമ്മുടെ പിടിയിലൊക്കെ നിൽക്കണമെന്നില്ല. ആ നിമിഷത്തിൽ കുറച്ച് മൂത്രം താഴേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മരുമകൾ പെട്ടെന്ന് പറഞ്ഞു, ഇറങ്ങിപ്പോടാനോ. അദ്ദേഹം വിഷമനായി തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കി. മകനൊന്നും ഉണ്ടെന്നില്ല. അതാണ് അദ്ദേഹത്തെ ഏറ്റവും വേദനിപ്പിച്ചത്. താൻ അധ്വാനിച്ചുണ്ടാക്കിയ ആഡംബര സമാനമായ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തേക്ക് കണ്ണീരോടെ ഇറങ്ങിയത്. നമ്മൾ ചേർത്ത് വെക്കേണ്ടവരെ ചേർത്ത് വെക്കുക. സിംഗാനിയ ഗ്രൂപ്പിന്റെ ഉടമയാണ് വിജയഭട്ട് സിംഗാനിയ. അദ്ദേഹം ഒരു കമ്പിളി പുറത്തി വ്യാപാരമാണ് ആദ്യം തുടങ്ങിയത്. അത് വളർന്ന് വലുതായി റൈമണ്ട് വസ്ത്ര വ്യാപാര സംരംഭം 11,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1-2 കോടിയല്ല, 11,000 കോടി രൂപയുടെ ആസ്തി. ഒരു ഘട്ടമായപ്പോൾ 2 മക്കൾ, മധുപതി സിംഗാനിയ, ഗൗതം സിംഗാനിയ, 2 മക്കൾക്കായി ഷെയറുകൾ വീതിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ 37% ഷെയർ, ഏതാണ്ട് 4,000 കോടി രൂപയോളം വരും. ബാക്കി മക്കൾക്ക് ഏതാണ്ട് തുല്യമായി അതുപോലെ വീതിച്ചു. 2 മക്കൾ തമ്മിൽ വഴക്കായി. ഒരാൾ ഇവിടം വിട്ട് സിംഗപ്പൂരിലേക്ക് പോയി. അദ്ദേഹം വേറെ ബിസിനസ്സുകാരി. ഗൗതം സിംഗാനിയ ഇളയ മകൻ കൂടെ ഉണ്ട്. അവനോടുള്ള സ്നേഹവാത്സല്യത്താൽ ഒരു ഘട്ടമായപ്പോഴേക്കും ഈ പിതാവ് തൻ്റെ ഈ 4,000 കോടി രൂപയുടെ ആസ്തിയും അദ്ദേഹത്തിന് കൊടുത്തു. 37 നിലയുള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആ ഫ്ലാറ്റിൽ ഇവരുടെ കുടുംബം താമസിക്കുന്നു. മറ്റുള്ള ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന ആളുകൾക്ക് ആ ഫ്ലാറ്റിൽ വാടകയ്ക്ക് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ വീട് 32 നിലയുള്ള ഫ്ലാറ്റാണ്. ഇത്രയും വലിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ സംരംഭത്തിന്റെ ഉടമയാണ്. പക്ഷെ ഒരു ദിവസം തന്റെ മകൻ ഗൗതം ആ പിതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി. ഫ്ലാറ്റ് നവീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇറക്കി. ബാക്കി എല്ലാവരും തിരിച്ചു കയറ്റി. തന്റെ പിതാവിനെ മാത്രം തിരിച്ചു കയറ്റി. നോക്കൂ, എത്ര 1000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിട്ട് എന്ത് കാര്യം? വൃത്തിയും സന്തോഷവുമാണ് ആവശ്യം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ച് നമ്മൾ ജീവിക്കുക. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. അവരെ ഈ ഗുരുമന്ദിരത്തെ കൊണ്ടുവരിക, ദേവിപാല പാഠശാലയിൽ കൊണ്ടുവരിക. നല്ലത് കേട്ട് വളരട്ടെ, ഗുരുവിന്റെ അനുകമ്പ കേട്ട് വളരട്ടെ, കണ്ട് വളരട്ടെ. നമ്മൾ കുട്ടികളോട്, ഞാനിപ്പോൾ ഒരു പ്രഭാഷണം നടത്തി, പലരുടെ പ്രഭാഷണം നടത്തുന്നു. ഈ വാക്കുകളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കണമെന്നില്ല. നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുക. കുട്ടികൾ കണ്ടാണ് പഠിക്കുക, കേട്ടല്ല പഠിക്കുക. നമ്മൾ മാതാപിതാക്കൾ രണ്ടുപേരും സ്നേഹത്തോടെ നമ്മുടെ ഒരു മുറിയിൽ, ഒരു കട്ടിലിൽ ഒന്നിച്ച് കിടക്കുന്നതായി നിങ്ങളൊന്ന് സങ്കല്പിക്കുക. സന്തോഷത്തോടെ ചേർന്ന് കിടക്കുന്നു. വാതിലൽപ്പം തുറന്ന് കിടക്കുക. നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുട്ടിയുണ്ടെന്ന് സങ്കല്പിക്കുക. ആ കുട്ടി മുറിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഓടി അകത്തേക്ക് വരും. അവൻ ഓടി വന്നിട്ട് ഉരുണ്ട് മറിഞ്ഞ് നമ്മുടെ ഇടയിൽ തീരുക. എന്താ വശത്തുമായി കിടക്കാതെ? നമ്മളങ്ങനെ കിടക്കുന്നത് കാണാൻ അവർക്ക് ഇഷ്ടമാണ്. സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അവർക്ക് ഇഷ്ടമാണ്. ആ സന്തോഷം കണ്ടിട്ടാണ് അവരുടെ ഭാവി ജീവിതത്തിൽ ആ സന്തോഷം ഉയർന്നു കൊടുക്കുന്നത്. ആ സന്തോഷത്തിൽ ജീവിക്കുന്ന കുട്ടികൾ നമ്മളെ മറക്കില്ല. ആ സന്തോഷത്തിൽ ജീവിക്കുന്ന കുട്ടികൾ നമ്മളെ അനാഥാലയത്തിലേക്ക് വിടില്ല. അവൻ രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് പ്രായമായ അച്ഛനും അമ്മയോട് ചോദിക്കും, അമ്മയെ മുട്ടിന് വേദന എങ്ങനെയുണ്ട്? കുഴമ്പൊക്കെ തീർന്നോ? മരുന്ന് വല്ലതും വാങ്ങാനുണ്ടോ? വേദനയൊന്നും മാറത്തില്ലെന്ന് അമ്മയ്ക്കറിയാം. എങ്കിലും പ്രായമായില്ലേ, മുട്ടുവേദന മാറില്ലെന്ന് അമ്മയ്ക്കറിയാം. എങ്കിലും ഒരു ആശ്വാസം അവൻ ചോദിച്ചല്ലോ, അതിൻ്റെ സന്തോഷം. ചെറിയ ചെറിയ വാക്കുകൾ മതി. ആശയവിനിമയത്തിൻ്റെ അഭാവമാണ് നമ്മുടെ വീടുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുടുംബത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആശയവിനിമയം നടത്തുക, അകന്ന് പോകാതെ ചേർത്ത് നിർത്തുക. കുട്ടികളുടെ സ്കൂളിലെ PTA മീറ്റിങ്ങുകളിൽ നിങ്ങൾ പോകണം. അവനെ കുറിച്ച് അവരുടെ ഗുരുക്കന്മാർക്ക്, അധ്യാപകർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ കേൾക്കണം. നമുക്ക് പറയാനെന്താണുള്ളതെന്ന് അവരും കേൾക്കണം. നമ്മൾ ഒരു ദിവസം ചെന്നില്ല എങ്കിൽ എൻ്റെ അച്ഛൻ മാത്രം വന്നില്ല, എൻ്റെ അമ്മ മാത്രം വന്നില്ല, അവൻ്റെ ഹൃദയത്തിൽ അത് മുഴുപ്പാടുണ്ടാകും. അവൻ്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് നമ്മൾ അറിയണം. നല്ല സുഹൃത്തുക്കൾക്ക് നല്ല നിലയിൽ നടത്തുവാൻ കഴിയും, അവരെ സ്വാധീനിക്കും. മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ സ്വാധീനിക്കുന്നത് അധ്യാപകരും സുഹൃത്തുക്കളുമാണ്. ആ നിലയിൽ അവരെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെ സംബന്ധിച്ചും
നമുക്ക് ജാഗ്രത ഉണ്ടാകണം. നമ്മുടെ കുട്ടികളാണെല്ലാം. അവർ പോയാൽ പിന്നെ നമുക്കൊന്നുമില്ല. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുക. എബ്രഹാം ലിങ്കൺ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഒരു ചെറിയ പട്ടണത്തിലൂടെ നടന്നു വരുമ്പോൾ, ഒരുപാട് കാലം മുമ്പാണ്, നടന്നു വരുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെറിയ യോഗം നടക്കുന്നു. ആ യോഗത്തിൽ ഒരു നേതാവ് പ്രസംഗിക്കുന്നു. ഇന്നത്തെ പോലെ വലിയ സ്റ്റേജൊന്നുമില്ല, ആളുകൾ ചുറ്റും നിൽക്കുകയാണ്. നേതാവ് നിന്നാണ് പ്രസംഗിക്കുക തെരുവിൽ. അപ്പൊ ഈ കുട്ടികൾക്ക് കാണാൻ കഴിയുന്നില്ല. അവർ തിരക്കി ഇടയിലൂടെ മുന്നിൽ ചെന്ന് നിന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചപ്പോൾ ഇവരും കൈയടിച്ചു. എന്നിട്ട് ഉടൻ തന്നെ എബ്രഹാം ലിങ്കന്റെ കൂട്ടുകാരൻ, കുഞ്ഞ് ലിങ്കന്റെ കൂട്ടുകാരൻ ഓടിച്ചെന്ന് നേതാവിനോട് പറഞ്ഞു, നേതാവിന്റെ പ്രസംഗം നന്നായിരുന്നു, പക്ഷെ ഇതിലും നന്നായിട്ട് എന്റെ കൂട്ടുകാരൻ ലിങ്കൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത്ഭുതത്തോടെ പറഞ്ഞു, എങ്കിൽ നിന്റെ ലിങ്കനെ കൊണ്ട് പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞു. അവൻ നിന്ന് തള്ളി ലിങ്കനെ മുന്നിൽ കൊണ്ട് നോക്കി. ഇവനെ പുറകെ നിൽക്കുന്നവർക്ക് കാണാനില്ല, കൊച്ചുകുഞ്ഞല്ലേ. ഉടൻ തന്നെ കൂട്ടുകാരൻ അടുത്തുള്ള കടയിലേക്കൊക്കെ അവിടെ തക്കാളിപ്പെട്ടികൾ കിടക്കുന്നു. അതിലൊന്നിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. ഇവിടെ നിന്നാൽ നിന്നെ പുറകെ നിൽക്കുന്നവർക്ക് കാണാമെന്ന് പറഞ്ഞു. ആ ഉത്തേജനത്തിൽ നല്ലൊരു പ്രസംഗം ആ കുഞ്ഞിന്റെ നല്ല ഭാഷയിൽ നടത്തി. കരഘോഷത്തോടെ ആ പ്രസംഗത്തെ എല്ലാവരും സ്വീകരിച്ചു. ലിങ്കന്റെ പ്രസംഗത്തെ 17ാമത്തെ വയസ്സിൽ ലിങ്കൻ കെൻഡക്കി എന്ന് പറയുന്ന പട്ടണത്തിലൂടെ നടന്നു വരുമ്പോൾ അവിടെ തുറന്ന പിക്കപ്പ്, നമ്മുടെ പിക്കപ്പ് വാനുള്ള വാനിന്റെ മുകളിൽ കറുത്ത നീഗ്രോ വംശജരെ നിർത്തിയിട്ട് വെളുത്ത സായിപ്പന്മാർ ചാട്ടവാറിന് ആഞ്ഞാഞ്ഞടിക്കുന്നു. മൃഗങ്ങളെക്കാൾ കഷ്ടമായി അടിമകളെ പോലെ കച്ചവടം ചെയ്യുന്ന വിഭാഗമായിരുന്നു നീഗ്രോകൾ. അവരെ അന്ന് അടിമ കച്ചവടം അന്ന് നിലനിന്നിരുന്ന കാലഘട്ടം, ഔദ്യോഗികമായി നിയമപരമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ചാട്ടവാറിന് ആഞ്ഞാഞ്ഞടിക്കുകയാണ്. ഈ അടിക്കുന്ന സമയത്ത് ചില നീഗ്രോകളുടെ മുഴുപ്പാടിൽ നിന്ന് ചോര വാർന്നെടുക്കുന്നു. അവരെ വീണ്ടും ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ അവർ നിലവിളിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വില കൂടുതലാണ്. സായിപ്പന്മാരോട് വിളിച്ചു പറയുന്നു, ഇവനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി എന്ത് ദ്രോഹിച്ചാലും നിങ്ങൾ പറയുന്ന പണി അവൻ ചെയ്യും. അവന്റെ മുറിയിൽ നിന്ന് ചോര വാർന്നൊഴുകിയിട്ടും അവൻ കരയുമില്ല. അവന് കൂടുതൽ ഡോളറാണ് വില. മനുഷ്യനെ മൃഗങ്ങളെക്കാൾ കഷ്ടമായി, കാലിച്ചന്തയിൽ വിൽക്കുന്നതിനേക്കാൾ കഷ്ടമായി കൈമാറ്റം ചെയ്യുന്ന നികഷ്ടമായ അടിമത്ത വ്യവസ്ഥിതി എനിക്കെന്തെങ്കിലും ഈ രാജ്യത്തിന്റെ അധികാരം കിട്ടുകയാണെങ്കിൽ അവസാനിപ്പിക്കുമെന്ന് മനസ്സിൽ കുറിച്ചു. വീശ മുളയ്ക്കാത്ത ആ പ്രായത്തിൽ പിന്നീട് മുതിർന്നു, വിദ്യാഭ്യാസം നേടി, രാഷ്ട്രീയ നേതാവായി. 4ഓ 5ഓ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അദ്ദേഹം പരാജയപ്പെട്ടു. അവിടെ ഒന്നും പതറിയില്ല. ആത്മവിശ്വാസത്തോടെ മുന്നേറി ഒടുവിൽ അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രസിഡന്റായ അദ്ദേഹം മാറിയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ അടിമക്കച്ചവടം നിർത്തലാക്കി എബ്രഹാം ലിങ്കൻ. എങ്ങനെയാണ് അതിലേക്ക് അദ്ദേഹം പറഞ്ഞത്? താൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ കുഞ്ഞു കൂട്ടുകാരൻ കൊടുത്ത ആ പ്രസംഗിക്കാനുള്ള ഉത്തേജനത്തിൽ നിന്നാണ് ആ കുഞ്ഞ് വളർന്ന് മഹാനായ രാഷ്ട്ര നേതാവായി മാറിയ എബ്രഹാം ലിങ്കനിലേക്കുള്ള വളർച്ച. നമ്മുടെ കുട്ടികളൊക്കെ നിഷ്കളങ്കരാണ്, പാവങ്ങളാണ്. അവർ ചെളിക്കുണ്ടിലേക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ.